താങ്ക് യു. താങ്ക് യു ജിആർ സിംഗ് സാർ. സാറിനെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ശ്യാം എന്നാണ്. കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് സ്വദേശം. കഴിഞ്ഞ ഒരു 5 വർഷത്തിലധികമായിട്ട് ഞാൻ RCM ബിസിനസ്സിന് ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ബേസിക്കലി ഞാൻ ഇലക്ട്രോണിക്സ് മേഖലയിലാണ് പഠിച്ചത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇലക്ട്രോണിക്സിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം റിലയൻസിൽ മാനേജറായിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു. കേരള പോലീസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. കാരണം ഇപ്പം തൊട്ട് മുൻപൂടെ സംസാരിച്ച എൻ്റെ ഗുരു മെന്റർ വിനോദ് സാറിലൂടെ RCM എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി കേൾക്കാനും ഒരു 24 വയസ്സിൽ ഇത് കേട്ട സമയത്ത് അത് ഏറ്റെടുക്കാനുള്ള ഒരു ദൈവഭാഗ്യം കൂടെ ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു പേൾ അച്ചീവ്മെന്റും ഇന്നത്തെ ഒരു പ്രസന്റേഷനും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ രാജൻ സാർ വിളിച്ച സമയത്ത് ബയോളജിന്റെ സെഷൻ എടുക്കാനാണ് സാറ് വിളിച്ചത്. അന്ന് ചെറിയൊരു അസൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിച്ചു, സാർ ഗ്ലൈസം പ്രോഡക്റ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളാണ് ന്യൂട്രിജാതിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും കൂടുതൽ. RCMന്റെ ഓരോ ഹെൽത്ത് ഉൽപ്പന്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യം എന്താണെന്നൊക്കെ പഠിക്കാൻ ആ ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ കഴിഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളാണ്. ഒരു ഗുരുനാഥനായിട്ട് കാണുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു ക്ഷണം സ്വീകരിക്കാൻ പറ്റിയതിൽ താങ്ക് യു രാജൻ സാർ ഫോർ ഗിവ് മീ ദിസ് സച്ച് ആൻ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്ട് ഗ്ലൈസം പ്രോഡക്റ്റ് ആണ്. നമ്മൾ ലേറ്റ് ആക്കണ്ട, ഒരു വലിയ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ എല്ലാ ആളുകളുടെയും ശ്രദ്ധ ഞാൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരികയാണ്. ഡയബറ്റിസ് മാനേജ്മെന്റ് ത്രൂ RCM, അല്ലെ, പ്രമേഹത്തെ RCMലൂടെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മൾ സബ്ജക്ട്. ഡയബറ്റിസ് മെലിറ്റസ്, ഇതാണ് നമ്മൾ ഷുഗർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു അസുഖത്തിന്റെ ശാസ്ത്രീയ നാമം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഡയബറ്റിസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഡയബറ്റിസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു പാസ് ത്രൂ, അതായത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. മെലിറ്റസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹണീഡ് ഓർ സ്വീറ്റ്, മധുരമുള്ളത്. അങ്ങനെയാണെങ്കിൽ മധുരമുള്ളതിന്റെ ഒഴുക്ക് എന്നാണ് ഈ ഒരു ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിന് ഈ ഒരു പേര് വരാൻ, അല്ലെങ്കിൽ അതിന്റെ മീനിങ്, ആ വേർഡ് മീനിങ് മധുരമുള്ളതിന്റെ ഒഴുക്ക് എന്നതാണ്. അതിന് കാരണം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിനകത്ത് ഗ്ലൂക്കോസിന്റെ അളവ് ധാരാളമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബോഡി കണ്ടന്റ്, വാട്ടർ കണ്ടന്റിന്റെ ഫ്ലോ, യൂറിനേഷനിലൂടെയും ധാരാളമായിട്ട് ഈ ഗ്ലൂക്കോസ് പുറന്തള്ളപ്പെടുന്നു. അതാണ് ഈ ഒരു മധുരമുള്ളതിന്റെ ഒഴുക്ക് എന്നുള്ള പദം ഇതിന് വരാനായിട്ടുള്ള കാരണം. ഇനി എന്താണ് ഡയബറ്റിസ്, നീഡ് ഫോർ ഡയബറ്റിസ് അവയർനെസ്, എന്താണ് ഡയബറ്റിസ് അവയർനെസിന്റെ പ്രാധാന്യം എന്താണ്? 1 in 4 പീപ്പിൾ ഡോണ്ട് നോ ദേ ഹാവ് ഡയബറ്റിസ്. അതായത് 4-ൽ-1 വ്യക്തി എന്നുള്ള തോതിൽ. പുതിയ പഠനങ്ങൾ പറയുന്നത് 3-ൽ-1 വ്യക്തി, ഏകദേശം 33% ഡയബറ്റിസ് ഉള്ള വ്യക്തികളിൽ 33% ആളുകൾക്കും ഇന്ന് അറിയില്ല അവർക്ക് ഡയബറ്റിക്സ് ആണെന്ന്. അതാണ് ഡയബറ്റീസിന്റെ അവയർനെസ് ഉണ്ടാക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് കോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം നമുക്ക് കോസ്റ്റ്ലിയാണ്, വാങ്ങിക്കാൻ വളരെ കാശുള്ളതാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഈ ഒരു അസുഖം നമുക്ക് ഉണ്ടാക്കി തരും. പക്ഷെ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല. നമുക്കത് വേണ്ടത്ര വിധത്തിൽ എന്താണ് ഈ ഒരു ഡയബറ്റീസിന്റെ ഡിഫിക്കൽട്ടീസ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതോടൊപ്പം തന്നെ ഡയബറ്റീസ് ഒരു ചെറിയ ഒരു എന്താ പറയുക, അനിയന്ത്രിതമായിട്ടുള്ള ഒരു ഷുഗറിന്റെ അളവ് രക്തത്തിലുണ്ട് എന്നുള്ളതിൽ തുടങ്ങിയിട്ട് വലിയ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബ്ലൈൻഡ്നെസ്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക, കിഡ്നി ഫെയിലിയർ ആവുക, ഹേർട്ട് ഡിസീസസ് ഉണ്ടാവുക, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, സ്ട്രോക്ക് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഓർഗൻ ലോസ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, അതായത് ഒരു ചെറിയ ഒരു രക്തത്തിലെ പഞ്ചസാര എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങി നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ ഇഞ്ചിഞ്ചായിട്ട് കാർന്നു തിന്നുന്ന രീതിയിലേക്ക് ഈ ഒരു അസുഖം പതിയെ പതിയെ ഡെവലപ്പ് ആയി പോകും. എന്തുകൊണ്ടാണ് അത് കോസ്റ്റ്ലി ആയി മാറുന്നത് എന്ന് നമുക്ക് വഴിയെ ഈ പ്രസന്റേഷൻ നമുക്ക് മനസ്സിലാവും.
നമ്പർ ഓഫ് പീപ്പിൾസ് വിത്ത് ഡയബറ്റീസ് വേൾഡ് വൈഡ്. അതായത് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ, അവര് ഡയബറ്റീസിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പഠിക്കുന്ന ലോകത്തുള്ള ഒരു സംഘടനയാണ്. അവരുടെ 2017 ഒരു കണക്ക്, അല്ലെങ്കിൽ 2017 മുതൽ 2045 വരെയുള്ള ഒരു എക്സ്പെക്ടേഷൻ, ഏത് അളവിലേക്ക് ലോകത്ത് ഡയബറ്റിക്സ് മുന്നോട്ട് എത്തും, അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ റേഷ്യോ മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അതിൽ ഇവിടെ നമ്മളുടെ രാജ്യം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് നമ്മളെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2017 കണക്ക് പ്രകാരം 82 മില്യൺ ആളുകൾക്ക്, 10 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടിയാണ്. അപ്പൊ 82 മില്യൺ എന്ന് പറഞ്ഞാൽ 8,20,00,000 ആളുകൾക്ക് നിലവിൽ ഇന്ത്യയിൽ എന്തുണ്ട്, ഡയബറ്റിക്സ് പേഷ്യൻസ് ആണ്. ഇത് ഡയഗ്നോസ് ചെയ്ത കണക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 33% ആളുകൾ, മൂന്നിലൊരാൾ എന്നുള്ള തോതിൽ ഇതിനെ കുറിച്ചിട്ട് ഇന്നുവരെ ഫൈൻഡ് ഔട്ട്, അല്ലെങ്കിൽ അവർക്ക് അറിവില്ല അവർ ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് ഇതുവരെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതിന്റെ റേഷ്യോ എത്രയോ കൂടുതലായിരിക്കും. 2045 എത്തി നിൽക്കുന്ന സമയത്ത് അത് 82 മില്യണിൽ നിന്ന് 151 മില്യണിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അതായത് അതിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് ലോകത്ത് നമ്മൾ കടന്നു വരാനുള്ള സാധ്യതയാണ് ഈ ഒരു പഠനം സൂചിപ്പിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 2019 നടത്തിയ പഠനം പ്രകാരം 7.7 മില്യൺ ആളുകളാണ് നിലവിൽ ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളത്. 20 മുതൽ 79 വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു റേഷ്യോ ആണ്, നമ്മൾ സാമ്പിളാണ് എടുത്തത്. 2030 കൂടിയിട്ട് അത് 100 മില്യണിലേക്ക്, അല്ലെങ്കിൽ 100 മില്യൺ ക്രോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടാവും. 2045 അത് 134 മില്യണിലേക്ക് എത്തുമെന്നുള്ളതാണ് ഈ ഒരു ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെ പഠനം സൂചിപ്പിക്കുന്നത്. അതായത് 77 മില്യൺ അഡൽട്സ് 2019 കണക്ക് പ്രകാരമുണ്ട്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 43.9 മില്യൺ ആളുകളും അൺഡയഗ്നോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു, ഇത്രത്തോളം ആളുകൾ, ഏകദേശം 4,09,00,000 ആളുകൾക്ക് നിലവിൽ അവർക്ക് ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവർക്ക് അറിയില്ല അവർ ഷുഗർ പേഷ്യൻസ് ആണ് എന്നുള്ളത്. അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. അതുപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ ജനസംഖ്യയുടെ 8.9% നിലവിൽ ഡയബറ്റിക് പേഷ്യൻസ് ആണ്. 2019 ഒരു കണക്ക് പ്രകാരം 1 മില്യൺ ഡയബറ്റിക് റിലേറ്റഡ് ഡെത്തുകൾ 2019 സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഏകദേശം 1 മില്യണോളം ആളുകൾ ഈ ഒരു അസുഖം മൂലം അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു മോർട്ടാലിറ്റി റേറ്റ് ഒന്നുകൂടെ നമ്മൾ ഈ ഒരു ഗ്രാഫ് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇതൊരു 1000 ആളുകളുടെ സാമ്പിളാണ്. ഒരു 1000 ആളുകളെ സാമ്പിൾ എടുത്ത് നടത്തിയ പഠനത്തിനകത്ത് 35 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ നടത്തിയ പഠനത്തിൽ ഷുഗർ ഇല്ലാത്ത ആളുകൾ, ഈ ഏറ്റവും താഴെ പർപ്പിൾ ലൈനിൽ വിട്ട് വിട്ട് വരച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ട മുകളിലുള്ള ബ്ലൂ ലൈൻ പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡയബറ്റിക്സ് ഇല്ലാത്ത സ്ത്രീകളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് 1000 ആളുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അസുഖം മൂലം അവർ മരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0 ആണ്. സീറോയുടെ ലെവൽ ഇവിടെയാണ്. ഇവിടേക്ക് ഈ പർപ്പിൾ ലൈൻ വരുന്നില്ല. പുരുഷന്മാരെ അപേക്ഷിച്ച് ഡയബറ്റിസ് ഇല്ലാത്തവർ ഈ ഒരു 35 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളതിൽ മരിക്കാനുള്ള സാധ്യത, അസുഖം മൂലം മരിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത്. ആക്സിഡന്റ് ഡെത്തോ മറ്റോ ഇതിൽ നമ്മൾ എടുക്കുന്നില്ല. ഏകദേശം 10ഓളം ആളുകൾ മരിക്കാനുള്ള സാധ്യത 35 വയസ്സ് മുതൽ 65 വയസ്സ് വരെ 1000 ആളുകളുടെ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതേ 1000 ആളുകൾ ഡയബറ്റിക്സ് പേഷ്യൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ത്രീകള് മരണപ്പെടുന്നതിന്റെ കണക്ക് 45 ആണ്. 1000-ൽ 45 എന്നുള്ള തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ മരിക്കുന്നുണ്ട്. അതിൽ പുരുഷന്മാരുടെ സംഖ്യ ഒന്നുകൂടെ കൂടുതലാണ്. ഏകദേശം 60-നടുത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോർട്ടാലിറ്റി റേറ്റിൽ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. കോവിഡ് വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നതിൽ ഏകദേശം 20 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് 8.6% ടോട്ടൽ കോവിഡ് കേസുകളിൽ 8.6% 20 വയസ്സിന് താഴെയുള്ള ആളുകളും, 41.9% 21-നും 40 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. ഏകദേശം കോവിഡ് വന്നതിൽ പകുതിയോളം ആളുകൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിനിടയിലുള്ളവരാണ്. 60 വയസ്സ് 41 മുതൽ 60 വയസ്സ് വരെ 32.8% ആളുകളും, 60 വയസ്സിന് മുകളിലേക്ക് 16.7% ആളുകൾക്കാണ് കോവിഡ് എഫക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ മരണനിരക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 76% പുരുഷന്മാർക്കും 24% സ്ത്രീകൾക്കുമാണ് കോവിഡ് വന്നതെങ്കിൽ അതിൽ ഡെത്ത് റേറ്റ് നോക്കിയാൽ 73% പുരുഷന്മാരും 27% സ്ത്രീകളുമാണ്. ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട വിഷയം
86% ആളുകളുടെ മരണകാരണം അല്ലെങ്കിൽ മരിച്ചവരെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവർക്ക് ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ, അനിയന്ത്രിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ, ഹേർട്ട് ഡിസീസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ള ആളുകളാണ് 86% ആളുകളും മരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്കാണ് ഈ കിഡ്നി ഇഷ്യൂ, ഹേർട്ട് ഇഷ്യൂ, ഹൈപ്പർ ടെൻഷനും ഒക്കെ കൂടുതലുള്ള. അപ്പൊ ഏകദേശം 50% മുകളിൽ ആളുകൾ മരിച്ചിരിക്കുന്നത് ഡയബറ്റിക്സ് പേഷ്യൻസ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പഠനം നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സമയം എടുത്തിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ഡയബറ്റിക്സ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ പ്രവർത്തനം എന്നുള്ളത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സാധാ ഒരു അസുഖബാധിതനല്ലാത്ത ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഷുഗർ ലെവൽ എങ്ങനെ മെയിൻറ്റെയിൻ ആവുന്നു എന്നുള്ളതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ശരീരത്തിന്റെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ശരീരത്തിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഇതിൽ ഷുഗറിന്റെ ലെവൽ, ഗ്ലൂക്കോസിന്റെ ലെവൽ ശരീരത്തിൽ നമ്മൾ 90 mg ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് അത് 90 mg സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 90 mg നിന്ന് മുകളിലേക്കോ 90 mg നിന്ന് താഴേക്കോ ഈ ഒരു ഗ്ലൂക്കോസിന്റെ ലെവൽ, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ വരാൻ ശരീരം എന്ത് ചെയ്യില്ല, അനുവദിക്കില്ല. അപ്പൊ എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ശരീരം ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിലൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പഞ്ചസാര കഴിക്കുന്ന സമയത്ത്, ചപ്പാത്തി കഴിക്കുന്ന സമയത്തും രണ്ട് രീതിയിലാണ് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന ഷുഗർ ഉണ്ടാവുന്നതിന്റെ അളവ്. എല്ലാത്തിനെയും നമ്മളെ ശരീരം കഴിഞ്ഞ ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെ ട്രെയിനിങ്ങിൽ ഡോക്ടർ ഹരി ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഗ്ലൂക്കോസ് കഴിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൽ 99% ആളുകളും കൈ പൊന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ ഗ്ലൂക്കോസ് കഴിക്കുന്ന ആളുകളാണ്. നിങ്ങൾ കഴിക്കുന്ന ചപ്പാത്തിയും കപ്പയും വെളുത്ത അരിയും പഞ്ചസാരയും ഒക്കെ തന്നെ ശരീരത്തിന് എടുക്കാൻ കഴിയുന്ന രൂപം എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന് ശരീരം ഇവിടെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ ഗ്ലൂക്കോസിനെ ശരീരം എന്ത് ചെയ്തു, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് എത്തിക്കഴിഞ്ഞാൽ ശരീരം ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന വിധേയം, അതായത് 90 mg മുകളിലേക്ക് ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിനകത്തുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി, ആ ഒരു ഗ്രന്ഥി എന്ത് ചെയ്യും, പാൻക്രിയാസിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. അതായത് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് 90 mg കൂടുതലായിട്ടുണ്ട്, എന്ത് ചെയ്യണം, ഇൻസുലിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം പാൻക്രിയാസ് എന്ന് പറയുന്ന അന്തസ്രാവി ഗ്രന്ഥി, അതായത് നമ്മൾ അവയവം എന്നതിനെ പറയുന്നുണ്ടെങ്കിലും അതൊരു ഗ്രന്ഥിയാണ്. ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. നമ്മുടെ ശരീരത്തിൽ ധാരാളം അന്തസ്രാവി ഗ്രന്ഥികൾ ഉണ്ടെങ്കിലും ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥി പാൻക്രിയാസ് മാത്രമാണ്. അപ്പം ഈ പാൻക്രിയാസിനകത്തുള്ള ബീറ്റ സെൽസ്, നമ്മുടെ പാൻക്രിയാസിനകത്ത് ഐലറ്റ് ഓഫ് ലാൻഹാൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ഒരു ഭാഗമുണ്ട്. ഈ ഐലറ്റ് ഓഫ് ലാൻഹാൻസിന്റെ ഉള്ളിലാണ് ഈ ബീറ്റ സെൽസും ആൽഫ സെൽസും അതുപോലെ തന്നെ ഗാമ സെൽസും ഒക്കെ തന്നെ ഉള്ളത്. ഇതിനകത്താണ്. അതിനകത്തുള്ള ബീറ്റ സെൽസ് മനസ്സിലാക്കുക, പാൻക്രിയാസിലെ വെറും 2% ബീറ്റ സെല്ലിന്റെ അളവ്. ഈ ബീറ്റ സെൽ എന്ത് ചെയ്യും, ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻസുലിൻ നേരിട്ട് എവിടേക്കാണ് പോകുന്നത്, നമ്മളുടെ സെല്ലിലേക്ക്, കോശങ്ങളിലേക്കാണ് ഈ ഇൻസുലിൻ പ്രവേശിക്കുന്നത്. അത് ഓരോ ആളുകളുടെയും ശരീരത്തിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് അത് വ്യത്യസ്തമായിട്ടുള്ള മസിലുകൾക്കുള്ളിലേക്കും അവയവങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യണം, സെല്ലിലേക്ക് എത്തണം. അത് നമ്മുടെ ശരീരത്തിലെ സെല്ലിലേക്ക് കടന്നതിന് ശേഷം അവശേഷിക്കുന്ന ഗ്ലൂക്കോസിനെ ശരീരം ലിവറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ലിവറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, നിങ്ങൾ ബയോളജിന്റെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ലിവർ നമുക്കറിയാം 500ഓളം ഫംഗ്ഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും ഒരു സുപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ ലിവർ ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവർ എന്ത് ചെയ്യും, ലിവറിനകത്ത് സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് ചെയ്യുന്നത്, ഈ കാണുന്ന ഒരു കറക്റ്റ് ലെവലിലേക്ക് ശരീരം എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഇനി ഈ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുന്ന സമയത്ത് വീണ്ടും ബ്രെയിൻ ഒരു ഇൻഫർമേഷൻ പാൻക്രിയാസിനകത്ത് കൊടുക്കും. ഇവിടെ നിലവിൽ പ്രവർത്തിക്കുന്ന, നേരത്തെ ബീറ്റ സെല്ലാണ് ഇൻസുലിൻ ഉണ്ടാക്കിയതെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞു ഐലറ്റ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അവിടെ ബീറ്റ സെല്ലും ഗാമ സെല്ലും ഉണ്ട്. അവിടെ ആൽഫ സെല്ലുകളുണ്ട്. അവിടെയുള്ള ആൽഫ സെല്ലിന് ഇൻഫർമേഷൻ കൊടുക്കും, ഉടൻ തന്നെ ഗ്ലൂക്കോജൻ ഉണ്ടാക്കണം. ഇവിടെ ഇൻസുലിൻ ആണ് ഉണ്ടായതെങ്കിൽ ഇവിടെ പാൻക്രിയാസ് ഗ്ലൂക്കോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആൽഫ സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നു, ഈ ലിവറിനകത്ത് നേരത്തെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള
ഗ്ലൈക്കോജനെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി തിരിച്ച് എന്ത് ചെയ്യുന്നു, ബ്ലഡിനകത്തേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുന്ന സമയത്ത് ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ആ ലെവലിന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു പ്രക്രിയ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇൻസുലിൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ യെല്ലോ കളറിൽ കാണുന്നത് നമ്മളുടെ കോശങ്ങളാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു റൗണ്ട് മൈറ്റോകോൺട്രിയ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ സെല്ലിന് വളരെ വലിയ രീതിയിലുള്ള എന്തുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ തോന്നിയ ആളുകൾക്കൊന്നും സെല്ലിനകത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ ശക്തമായിട്ടുള്ള വാതിലുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ സെല്ലിനുള്ളിലേക്ക് ഗ്ലൂക്കോസ് ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഗ്ലൂക്കോസ് ചാനൽ ഉണ്ട്, അത് അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഈ ഗ്ലൂക്കോസിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റിസപ്റ്റർ എന്ന് വിളിക്കുന്നത്. ഒരു ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചാവി ഉണ്ടാവും. ആ ചാവിയാണ് ഈ യെല്ലോ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻസുലിൻ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്താണ്, അവിടെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ ലെവല് ബ്ലഡിൽ കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം എന്ത് ചെയ്തു, പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഇൻസുലിൻ ഈ പറയുന്ന ലോക്കിനകത്തേക്ക് കൃത്യമായിട്ട് വന്നു നിൽക്കുന്ന സമയത്ത്, ഈ രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, കൃത്യമായിട്ട് ഈ ഗ്ലൂക്കോസ് ചാനലിലേക്ക് അത് അൺലോക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, ഒരു ചാവി പോലെ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കാണുന്ന ഡോർ ഓപ്പൺ ആവുകയും നമ്മളെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ തന്നെ നമ്മളെ സെല്ലിനകത്തേക്ക് കയറും. സെല്ലിനകത്ത് വെച്ചിട്ട് ഈ ഗ്ലൂക്കോസിനെ എനർജി ആയിട്ട് നമ്മുടെ മൈറ്റോകോൺട്രിയ, നമ്മുടെ സെല്ല് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന എനർജി കിട്ടുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് പല ആളുകൾക്കും കൈക്കും കാൽക്കും ഒക്കെ തരിപ്പ് വരുന്നതായിട്ട് കാണാം, ക്ഷീണം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ചൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടൊരു എനർജി കിട്ടും. ആ എനർജി നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് വഴിയാണ്. അപ്പൊ ഇനി ഈ ഒരു അവസ്ഥ, ഈ ഒരു കഴിവ് ശരീരത്തിൽ നഷ്ടപ്പെടുന്ന സമയത്താണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ രക്തത്തിനകത്തുള്ള ഗ്ലൂക്കോസ് രക്തത്തിനകത്ത് തന്നെ നിൽക്കും. ഈ ഡോറ് ഓപ്പൺ ആവാത്തൊരവസ്ഥ വരും. അപ്പൊ എന്ത് ചെയ്യും, ബ്ലഡിനകത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നതിന്റെ അളവിൽ കൂടുതലുള്ള ഗ്ലൂക്കോസ് ബ്ലഡിനകത്ത് വരും. ആ സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുഗറിന്റെ വ്യത്യസ്തമായിട്ടുള്ള ലെവലുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതിൽ ഒന്നെങ്കിൽ പാൻക്രിയാസിനകത്തുള്ള ബീറ്റ സെൽസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ഇൻസുലിൻ ഇല്ല. ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ലോക്ക് ഒരിക്കലും ഓപ്പൺ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസ് ചാനൽ ക്ലോസ് ആയി തന്നെ ഇരിക്കും. ഇത്തരം കേസുകൾ എന്താവും, ഞാൻ പറയുന്ന പോലെ ബ്ലഡിൽ ഗ്ലൂക്കോസ് അവിടെ തന്നെ നിൽക്കും. രണ്ടാമത്തെ ഒരു കേസിനകത്ത് ഗ്ലൂക്കോസ് ധാരാളമായിട്ട് ശരീരത്തിലുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഇൻസുലിൻ റിസപ്റ്ററിന് ഈ ഇൻസുലിനെ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഫിറ്റ് ആവുന്നില്ല. നമ്മൾ ഒരുപാട് കാലം പൂട്ടും ചാവിയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ പൂട്ടിന് തേയ്മാനം സംഭവിക്കും. കുറെ കാലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ചാവി കൃത്യമായിട്ട് ആ പൂട്ടിന് യോജിക്കുന്നുണ്ടാവില്ല. ആ സമയത്ത് പൂട്ട് എന്ത് ചെയ്യുന്നില്ല, ഓപ്പൺ ആവുന്നില്ല. ഈ ഒരു അവസ്ഥയിലും എന്ത് സംഭവിക്കും, ഈ കാണുന്ന ഈ ചാനൽ ക്ലോസ് ആയി കിടക്കുകയാണ്. നമ്മളുടെ ബ്ലഡിനകത്തുള്ള ഷുഗർ ബ്ലഡിനകത്ത് തന്നെ അവശേഷിക്കും. ഞാൻ ആദ്യം പറഞ്ഞ അവസ്ഥയെ നമ്മൾ ടൈപ്പ് 1 എന്ന് പറയുന്നത്, നമ്മൾ ടൈപ്പ് 1 ഷുഗർ എന്ന് പറയും. ഇത് 100-ൽ 1 താഴെയോ ആണ് ടൈപ്പ് 1 ഷുഗർ വരാനുള്ള സാധ്യത. അതായത് അത് ജനറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. നമ്മളുടെ പാൻക്രിയാസിനകത്തുള്ള ബീറ്റ സെൽസ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡീക്കേയിങ്, അതിന് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ തകർച്ച സംഭവിക്കുക, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കുന്ന അവസ്ഥയെ നമ്മൾ ടൈപ്പ് 1 ഷുഗർ എന്ന് പറയും. ടൈപ്പ് 2 ഷുഗർ എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ കാണിച്ച പോലെ തന്നെ എന്താണ്, ഈ കാണുന്ന ഇൻസുലിൻ റിസപ്റ്ററിന് ഇൻസുലിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള അവസ്ഥയാണ് നമ്മൾ ടൈപ്പ് 2 ഷുഗർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഷുഗറിന്റെ 95% കൂടുതൽ കാണപ്പെടുന്നത് ടൈപ്പ് 2 ഷുഗർ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. മൂന്നാമത്തെ ഒരു അവസ്ഥ കൂടി ഉണ്ട്, ജസ്റ്റേഷണൽ. നിങ്ങൾ ഈ സ്ക്രീനിനകത്ത് കാണുന്നതാണ്. അതൊരു ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണുകളുടെ ഒരു അതിപ്രസരമാണ് ആ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഇൻസുലിൻ റിസപ്റ്ററിന് ഹോർമോണുകളുടെ
ഈ അധികമായിട്ടുള്ള ഹോർമോൺ വരുന്നത് കൊണ്ട് തന്നെ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്. ആ ഹോർമോണിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്ന സമയത്തും അതുവരെ ഒരു പ്രശ്നമില്ലാത്തൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഗർഭകാലത്ത് എന്ത് ചെയ്യുന്നു, ഷുഗർ വരുന്നു. അത് ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഹൈ ഗ്ലൂക്കോസ് ലെവലാണ് അമ്മയുടെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊക്കിൾ കൊടി വഴിയാണ് അമ്മയുടെ ഭക്ഷണം കുട്ടിയിലേക്ക് എത്തുന്നത്. നിങ്ങൾ DHA ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് കുട്ടിയുടെ ശരീരത്തിലേക്ക് എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് വരും. ഗ്ലൂക്കോസ് വരുന്ന സമയത്ത് കുട്ടിയുടെ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം കേസുകളിൽ പ്രഗ്നൻസി വെയിറ്റ് കൂടുന്ന സമയത്ത് പ്രഗ്നൻസി റിസ്ക് ആണ്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ടൈപ്പ് 3 ഡയബറ്റിക്സ് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് പ്രസവത്തോട് കൂടിയിട്ട് ഭൂരിപക്ഷം ആളുകൾക്കും ഈ ഡെലിവറിയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ഷുഗർ നോർമലിലേക്ക് വരാറുണ്ട്. ചില ആളുകളിൽ ഈ പറയുന്ന ഷുഗർ വീണ്ടും വരാനുള്ള, ഡയബറ്റിക്സ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്കും ഒരു പക്ഷേ ആ ഷുഗർ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, സാധ്യത മാത്രം. ഓക്കെ, ഡയബറ്റിക്സ് നോ ദ സിംറ്റംസ്. എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്? ഓൾവേസ് ടയേർഡ്, എപ്പോഴും ക്ഷീണം. എന്താണ് കാരണം? നമ്മളെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ബ്ലഡിനകത്ത് കിടക്കുകയാണ്. നമ്മളുടെ സെല്ലിനകത്തേക്ക് ഒന്നും ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നില്ല, പ്രവേശിക്കുന്നില്ല. ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസ് ബ്ലഡിനകത്ത് തന്നെ നിൽക്കുന്നു. അവയവങ്ങൾക്കോ നമ്മുടെ ശരീരത്തിനൊന്നും ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാത്ത ഒരവസ്ഥയിൽ നമുക്ക് എപ്പോഴും ടയേർഡ്നെസ് ഉണ്ടാവും. ഫ്രീക്വന്റ് യൂറിനേഷൻ, എപ്പോഴും എപ്പോഴും മൂത്രമൊഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, യൂറിനേഷൻ ഉണ്ടാവും. കാരണം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലഡിനകത്ത് അമിത അളവിൽ ഗ്ലൂക്കോസ് നിൽക്കുന്നു. ശരീരത്തിന് ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യണം, ഇതിനെ പുറന്തള്ളണം. അതിനു വേണ്ടിയിട്ട് ശരീരം എന്ത് ചെയ്യും, യൂറിനേഷൻ വഴി ഈ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ശരീരം പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരം കേസുകൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഇതിന്റെ ഒരു സിംറ്റമാണ്. സഡൻ വെയിറ്റ് ലോസ്, നല്ല ശരീരമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് മെലിയുന്നു, ക്ഷീണിക്കുന്നു. ഷുഗർ വന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവർ ക്ഷീണിച്ചിട്ടുണ്ടാവും. അതിന്റെ കാരണം ഈ പറയുന്ന പോലെ തന്നെ വെയിറ്റ് ലോസ്, ഈ പറയുന്ന പോഷകങ്ങളൊന്നും ശരീരത്തിലേക്ക് കിട്ടുന്നില്ല. സെല്ലിലേക്കോ മസിൽസിലേക്കോ ഒന്നും കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസോ ഗ്ലൂക്കോസോ ഒന്നും എത്താത്ത അവസ്ഥയിൽ എന്തുണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. വൂൺസ് ദാറ്റ് വോണ്ട് ഹീൽ, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവുകൾ ഉണങ്ങാത്തൊരവസ്ഥ. അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞു, നമ്മളുടെ സെല്ലിനകത്ത്, നമ്മുടെ കാലിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വ്രണങ്ങളായിട്ട് മാറാറുണ്ട്. അതായത് സെല്ലിന്റെ കൃത്യമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ ഒരു മെറ്റാബോളിസം അവിടെ കൃത്യമായിട്ട് നടക്കുന്നില്ല, സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല. മുറിവ് ഉണങ്ങണമെങ്കിൽ വൈറ്റമിൻ K2 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ നമ്മളുടെ സെല്ല് വഴി എന്ത് ചെയ്യണം, ആ ഒരു മുറിവ് പറ്റിയ ആ ഒരു ഏരിയയിലേക്ക് എന്ത് ചെയ്യണം, ബ്ലഡ് വഴി എത്തണം. ആ ഒരു പോഷകങ്ങളൊന്നും തന്നെ കോശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ റിസപ്റ്ററിന് മനസ്സിലാവാത്ത ഒരു അവസ്ഥ കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ മുറിവുണങ്ങാത്ത അവസ്ഥ ഉണ്ടാവും. സെക്ഷൽ പ്രോബ്ലംസ്, ഡയബറ്റീസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ലൈംഗിക ജീവിതം ഒരു സുഖകരമല്ലാത്ത രീതിയിൽ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഓൾവേസ് ഹംഗ്രി, എപ്പോഴും വിശപ്പുണ്ടാവുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചതിന്റെ ഗ്ലൂക്കോസ് ബ്ലഡിനകത്ത് നിൽക്കുന്നു. ബ്രെയിനിനെ സംബന്ധിച്ച് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരികയാണ്. എന്ത്, ബ്രെയിൻ നോക്കുന്ന സമയത്ത് സെല്ലിലേക്ക് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പോഷകങ്ങൾ എത്തുന്നില്ല, ഗ്ലൂക്കോസ് എത്തുന്നില്ല, അവയവങ്ങൾക്ക് ഗ്ലൂക്കോസ് എത്തുന്നില്ല. അപ്പം ബ്രെയിൻ ഇവിടെ കൺഫ്യൂഷൻ ആവാണ്. അപ്പം വീണ്ടും വിശക്കാൻ, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ വഴി ബ്രെയിന് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശക്കാനുള്ള മെസ്സേജ്, ആ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും വിശക്കുന്ന അവസ്ഥ, എപ്പോഴും വിശപ്പുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബ്ലറി വിഷൻ, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ കാലക്രമേണ മങ്ങാനും കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാ വരുന്നത്? നമ്മളെ കണ്ണിനകത്തുള്ള ചെറിയ ബ്ലഡ് വെസൽസ്, ചെറിയ ഞരമ്പുകളിൽ ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ അളവ് ധാരാളമായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ ചെറിയ തരത്തിലുള്ള ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം കണ്ണിനകത്തുള്ള പ്രഷർ നന്നായിട്ട് മോൾഡ് ചെയ്യപ്പെടാൻ, നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കണ്ണിന്റെ കാഴ്ച കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളുടെ കാലിന്റെ ഭാഗങ്ങളിലെ ഫീറ്റിന്റെ ഭാഗത്തൊക്കെ തരിപ്പ് അനുഭവപ്പെടുക. ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ ഞരമ്പുകൾ അവിടെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ ഈ പറയുന്ന ഷുഗറിന്റെ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അവിടേക്ക് പോഷകങ്ങൾ എത്താത്ത അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും, തരിപ്പ്, നമ്മുടെ കൈകാലുകൾക്കൊക്കെ തരിപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഓൾവേസ് ടേസ്റ്റി, ഞാൻ പറഞ്ഞു ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. യൂറിനേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ദാഹിച്ചുകൊണ്ടേയിരിക്കും. കാരണം കിഡ്നി ഇവിടെ ഓവർലോഡിൽ ജോലി ചെയ്യാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഈ ഗ്ലൂക്കോസിനെ കിഡ്നി എന്ത് ചെയ്യാണ്, യൂറിനേഷൻ വഴി പുറന്തള്ളാൻ വേണ്ടിയിട്ട് കിഡ്നി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കിഡ്നിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ദാഹിക്കും. എപ്പോഴും പെട്ടെന്ന് ദാഹം ഇങ്ങനെ തീരാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ കാണുന്ന എന്ത് സിംറ്റം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ വെജൈനൽ ഇൻഫെക്ഷൻസ്, ഇത് സ്ത്രീകളിൽ ഡയബറ്റിക്സ് ഉള്ള സ്ത്രീകൾ ധാരാളമായിട്ട് കാണുന്നതാണ്. ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ബാക്ടീരിയാസിന് വളരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മൂത്രക്കടച്ചിൽ എന്നൊക്കെ പറയും. പുരുഷന്മാരിലും ഇത് കാണപ്പെടാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. ഇനി നമ്മൾ സിംറ്റംസ് കണ്ടു. ഈ സിംറ്റംസ് ഒക്കെ കണ്ട സമയത്ത് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, ഇത് പറയുന്ന സമയത്ത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. നമ്മളൊരു ലാബിൽ പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഫാസ്റ്റിംഗ് ആണ്. നമ്മൾ ഭക്ഷണത്തിന്റെ 8 മുതൽ 10 മണിക്കൂർ മുൻപ് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുന്നു. അതിനുശേഷം 8 മുതൽ 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് ഷുഗർ എടുക്കാൻ വേണ്ടി നമ്മളെ ബ്ലഡ് നൽകുന്നതിനാണ് നമ്മൾ ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ഷുഗറിന്റെ ലെവൽ എന്ന് പറയുന്നത്. വെള്ളം മാത്രമാണ് നമ്മൾ കുടിക്കുന്നത്. വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം 0 കലോറിയാണ്. വേറെ ഭക്ഷണമൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡിന്റെ ലെവൽ 70 mgക്കും 100 mgക്കും ഇടയിലാണെങ്കിൽ അത് നോർമലാണ്. ഇനി 100 mgക്കും 125 mgക്കും ഇടയിലാണ് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. നമുക്ക് എന്താ നമ്മൾ പറയാറുണ്ടല്ലേ, കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമ്മളെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന തേങ്ങ പോലെ, നമ്മൾ അട്ടം എന്നൊക്കെ പറയില്ലേ, അടുക്കളകളിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ തേങ്ങ ഇങ്ങനെ കൂട്ടിയിടും. അപ്പം ആ ഹോള് വഴി, ആ അലകിന്റെ ഉള്ളിലൂടെ തേങ്ങ വീഴാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. കാരണം ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന അവസ്ഥ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഡയബറ്റിക്സിലേക്ക് നമ്മൾ വീഴപ്പെടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് 125 മുകളിലാണ് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ എങ്കിൽ നിങ്ങൾ ഡയബറ്റിക്സ് പേഷ്യന്റ് ആയി, നിങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അടുത്ത ഒരു ടെസ്റ്റിങ്ങിന്റെ രീതിയുണ്ട്. അതെന്താണ്, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ്. പോസ്റ്റ് പാൻജിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയും. നമ്മൾ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം നമ്മളുടെ ബ്ലഡ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അവിടെ 140 mgക്ക് താഴെയാണ് നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവൽ എങ്കിൽ അത് നോർമലാണ്. 140നും 190 200നും ഇടയിലാണെങ്കിൽ എന്താണ്, നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. അടുത്തത് 200ൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഷുഗർ പേഷ്യന്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്തൊരു ടെസ്റ്റ് ഉണ്ട്, HbA1c. HbA1c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 മാസത്തെ നമ്മളെ ബ്ലഡ് ഷുഗറിന്റെ ഏവറേജ് ആണ്. അതായത് നമ്മൾ ഗ്ലൈസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്, നമ്മൾ ഇനി ആ സെഷൻ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. ഗ്ലൈസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ഹീമോഗ്ലോബിന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 121 ദിവസങ്ങളാണ്. അപ്പൊ ഈ 3 മാസത്തെ ഏവറേജ്, ഈ HbA1cയുടെ പ്രത്യേകത, അത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഇവിടെ ഒരു പക്ഷേ ഫാസ്റ്റിംഗിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യാത്തൊരവസ്ഥയിൽ ഈ ഒരു റീഡിങ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് പാൻജിയൽ ബ്ലഡ് ഷുഗർ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ച പാടെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന്റെ കറക്റ്റ് റീഡിങ് കിട്ടില്ല. പക്ഷെ HbA1cയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾ ഏത് രീതിയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് 3 മാസത്തെ ഷുഗറിന്റെ ഏവറേജ് ടെസ്റ്റ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടും. 6 6ൽ താഴെയാണെങ്കിൽ നിങ്ങൾ നോർമൽ ആണ്. 6 മുതൽ 6.4 വരെ ആണെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്. ഇതിൽ ഓരോ പോയിന്റും മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ചേഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 6.5ന് മുകളിലേക്കാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഡയബറ്റിക് ആയി എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ടെസ്റ്റിങ്ങൾ. കോസ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റിക്സ്. അപ്പൊ എന്തൊക്കെ രീതിയിലാണ് ഈ ടൈപ്പ് 2 ഡയബറ്റിക്സ്, ഈ പറയുന്ന നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്? ഹൈ ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകളിൽ ടൈപ്പ് 2 ഡയബറ്റിക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. 2, പാൻക്രിയാറ്റിക് ഡിസീസസ്. പാൻക്രിയാസിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബീറ്റാ സെൽസിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പാൻക്രിയാസിന് അസുഖങ്ങൾ ഉണ്ടെങ്കിലൊക്കെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഒബിസിറ്റി, പൊണ്ണത്തടി, ഇത് വലിയൊരു പ്രശ്നമാണ്. 4th ഏജ്, നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക്, നമ്മളുടെ മനുഷ്യ ശരീരം അങ്ങനെയാണ്, മറ്റു മൃഗങ്ങളെ പോലെയല്ല. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ പല കഴിവുകളും കുറഞ്ഞു വരും. നമ്മളുടെ സെല്ലുകളൊക്കെ നശിക്കും, മസിലുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുന്നതാണ്. അപ്പൊ ഏജ് കൂടുന്നതിനനുസരിച്ചും ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ജെനറ്റിക് പ്രശ്നങ്ങൾ, അതായത് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ബർത്ത് ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ സ്ട്രെസ്, നിങ്ങൾ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആളാണെങ്കിൽ, ഒരുപാട് സ്ട്രെസ് ഉള്ള ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലൊക്കെ തന്നെയും നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. എന്താണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സുഖജീവിതം, നമ്മൾ തീരെ എക്സസൈസ് ചെയ്യുന്നില്ല,
നമ്മൾ വായിക്ക് രുചികരമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഒരു മാനദണ്ഡവും ഇല്ലാതെ ന്യൂട്രീഷൻ വാല്യൂ ഒന്നും അറിയാതെ നമ്മൾ പോഷകങ്ങൾ തത്വങ്ങളൊന്നും അറിയാതെ തന്നെ നമ്മൾ ഭക്ഷണങ്ങൾ വാരി വലിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്, എക്സസൈസ് ചെയ്യാത്ത സമയത്ത് ഒക്കെ തന്നെ നമുക്ക് എന്താണ് സഡൻറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, AC-യിൽ നമ്മൾ കാറിൽ സഞ്ചരിക്കുന്നു, ഓഫീസിൽ പോകുന്നു, AC-യിൽ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൽ TV കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് പോലും അറിയാതെ നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇങ്ങനെ സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആളുകൾക്കും ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അൺഹെൽത്തി ഫുഡ് ഞാൻ പറഞ്ഞു, തോന്നിയ പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുക, വായ്ക്ക് രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത്, അൺഹെൽത്തി ഫുഡ് കഴിക്കുന്ന സമയത്ത് ടൈപ്പ് 2 ഡയബറ്റിക്സ് വരും. അത് തന്നെ മെഡിസിനുകൾ, ഈ പറയുന്ന പല ബ്ലഡ് പ്രഷറിന്റെയും മെഡിസിനുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള എന്താ പറയാ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇതില് പാൻക്രിയാറ്റിക് ഡിസീസും ഏജ് അല്ലെങ്കിൽ ജനറ്റിക് പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുള്ളൂ. ബാക്കിയെല്ലാം നമ്മളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഒബീസിറ്റി, സ്ട്രെസ്സിനെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ സഡൻലി ലൈഫ് സ്റ്റൈൽ, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഓവർ ആയിട്ടുള്ള മെഡിസിന്റെ ഉപയോഗം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പ് 2 ഡയബറ്റിക്സിനെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗം എന്ന് വിളിക്കുന്നതിന്റെ കാരണം തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് കൂടാനുള്ള കാരണം? ഏജിങ് ഓഫ് ദ പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷനിൽ കൂടുതൽ ആളുകൾക്ക് പ്രായാധിക്യം, അല്ലെ, പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ 140 കോടി ആളുകളുണ്ട്. അതിൽ എല്ലാ വർഷം കഴിയുമ്പോൾ അതിൽ 40 വയസ്സിന് മുകളിലേക്കും 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അർബനൈസേഷൻ, നമ്മൾ നഗര വൽക്കരണം എന്ന് പറയും, അത്തരത്തിൽ ഫാസ്റ്റ് ഫുഡ് കൾച്ചറൊക്കെ വരുന്ന സമയത്ത് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഈ കാണുന്ന രീതിയിൽ, കുട്ടി കാണുന്ന രീതിയിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അല്ലെ, നമ്മൾ വീട്ടിനകത്തിരുന്ന് കളിക്കുക, ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പോകുന്നു. അപ്പം അതിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒബീസിറ്റി. അപ്പം നിങ്ങൾ SNF-ന്റെ ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കനകമാമയുടെ എടുത്ത് തന്നിട്ടുണ്ട്, അതിന്റെ ലിങ്കുകളുണ്ട്. അപ്പം SNF-ന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ തടി കുറയ്ക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഡയബറ്റിക്സിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റിന്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അരയുടെ അളവ്, അതായത് പൊക്കിളിന് ചുറ്റുവട്ടും ഒരു ടാപ്പ് നിങ്ങൾ ചുറ്റിലും പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പുരുഷന്മാരാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ അത് 80-ൽ താഴെ ആയിരിക്കണം, പുരുഷന്മാരാണെങ്കിൽ അത് 90-ൽ താഴെ ആയിരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിൽക്കുന്നത്. അതിന് മുകളിലേക്കാണെങ്കിൽ നിങ്ങൾ എന്താണ്, ഈ പറയുന്ന നിങ്ങളുടെ വയറ് അധികമാണ്. അത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അസുഖത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത എന്താണ്, റിസ്ക് ഇവിടെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബോഡി മാസ് ഇൻഡെക്സ്, ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കിലോഗ്രാമിലുള്ള വെയിറ്റും മീറ്ററിലുള്ള നിങ്ങളുടെ ഹൈറ്റും. അപ്പം ഏകദേശം ഒരു 80 കിലോ ഭാരമുള്ള ഒരാൾ, അത് കിലോഗ്രാമിലാണ് നമ്മൾ ഭാരം പറയുന്നത്. അതുപോലെ മീറ്റർ ഏകദേശം 160 സെന്റിമീറ്റർ ഉള്ള ആള് ആണെങ്കിൽ, അതായത് 1.6 മീറ്റർ ഉള്ള ഒരാളാണെങ്കിൽ അതിന്റെ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.6ന്റെ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.2. അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ ആണ് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് 18.5-ൽ താഴെയാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 80 കിലോ ഉള്ള ആളാണെങ്കിൽ 160 സെന്റിമീറ്റർ ഹൈറ്റ്, 1.6 മീറ്റർ ഹൈറ്റ് ആണ് അദ്ദേഹം ഉണ്ടെങ്കിൽ, 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 180 ഡിവൈഡഡ് ബൈ, ഞാൻ പറഞ്ഞു മീറ്റർ സ്ക്വയർ ആണ്, 1.6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3.2 ആണ്. അപ്പൊ എത്രയാണ് കിട്ടുക? 25 കിട്ടുക. 25 ആണെങ്കിൽ നമ്മുടെ പറഞ്ഞ നോർമൽ എത്രയാണ്? 18.5-നും 24.9-നും ഇടയിലാണെങ്കിൽ നോർമലാണ്. 25 മുതൽ 29.9 എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് ആണ്. 160 സെന്റിമീറ്റർ ഉള്ള ഒരാൾ ഒരിക്കലും 80 കിലോ ഭാരം വരാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സിനെ അളക്കുന്നത്. 30-നും 34.9-നും ഇടയിലാണെങ്കിൽ ഒബീസിറ്റി, പൊണ്ണത്തടിയാണ്. 35-നും 40-നും ഇടയിലാണെങ്കിൽ എക്സ്ട്രീം, വളരെ എന്താ പറയാ, ഓവർ പൊണ്ണത്തടി എന്ന് പറയാം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് ഈ രീതിയിലാണ് വേണ്ടത്. ഒന്നാമത്തെ പിക്ചർ ആപ്പിൾ ഷേപ്ഡ് ഒബീസിറ്റി, അല്ലെ. ആപ്പിളിന്റെ പ്രത്യേകത എന്താ? ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്കുള്ള ഭാഗമാണ് കൂടുതൽ റൗണ്ട് ആയിട്ടുള്ളത്, സർക്കിൾ ആയിട്ടുള്ളത്. അത് ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ ഈ പിക്ചറിനകത്ത് കാണാം. രണ്ടാമത്തെ പിക്ചർ എന്താണ്? പിയർ ഷേപ്ഡ് ഒബീസിറ്റി. നിങ്ങളുടെ വേസ്റ്റിന് താഴേക്കാണ് ഈ കാണുന്ന ഒരു ഷേപ്പ് എങ്കിൽ, നേരെ തിരിച്ചാണ് അതിന്റെ ഷേപ്പ് എങ്കിൽ എന്തില്ല, ഇവിടെ പ്രശ്നമില്ല. നിങ്ങൾ ഈ പിക്ചറിനകത്ത് കാണുന്നുണ്ടാവും, ഈ റെഡ്, ഈ ഒരു ഗ്രീൻ ഡ്രസ് ഇട്ടിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ വേസ്റ്റിന് താഴേക്കാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് വരുന്നത്. അത് കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ ഈ റെഡ് കളറിൽ ഡ്രസ് ഇട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വേസ്റ്റിന്റെ മുകളിലേക്കാണ് ഇവരുടെ എന്ത് ചെയ്യുന്നത്, ഈ വിസറൽ ഫാറ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കൊഴുപ്പ് വന്നിട്ടുള്ളത്, വയറ് വന്നിട്ടുള്ളത്. അത് ഡേഞ്ചർ ആണ്.
അപ്പം നിങ്ങൾ ഈ പിക്ചറിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലെ, ഒരു ആപ്പിളിന്റെ വലുപ്പത്തിലുള്ള വയറാണ്. ആപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഷേപ്പുള്ള ചക്ക എന്നിട്ടും പറയേണ്ടി വരും. അത്ര രീതിയിലാണ് അദ്ദേഹത്തിന്റെ വയറ് കിടക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾക്ക് നോക്കാം, ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് എത്ര വെയിറ്റ് വന്നു കഴിഞ്ഞാലും അതിനെ താങ്ങി നിർത്താൻ അവിടെ റിബ്സ്, നമ്മുടെ റിബുകൾ ഉണ്ട് രണ്ട് ഭാഗത്തും, ധാരാളം സ്കെൽട്ടൻ ഉണ്ട്. ഇവിടുന്ന് ഇത്രയും ഒരു ഏരിയ താങ്ങി നിർത്താൻ നമ്മളുടെ ഒരു നട്ടെല്ല് മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഈ കാണുന്ന ഈ ഒരു നട്ടലിന്റെ ബലത്തിലാണ് ഇത്രയും കാണുന്ന ഒരു വലിയ മാസ് ഓഫ് ഏരിയ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഡിസ്ക് ബൾജ് ആവാനും ഇദ്ദേഹത്തിന് ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം SNF ഷുഗർ വന്ന ആളുകൾ, നിങ്ങൾക്ക് വയറ്, നിങ്ങളുടെ വേസ്റ്റിന്റെ അളവ് നിങ്ങൾ ഈ രീതിയിൽ എടുത്തു നോക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ സൈസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, SNF അതിന്റെ കൂടെ കഴിക്കേണ്ടി വരും. അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയാണ്. ഇനി ഒരു 20%, ഒരു 10% വെയിറ്റ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു തടിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം 10% അദ്ദേഹത്തിന്റെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ മോർട്ടാലിറ്റി 20% നിങ്ങളുടെ മോർട്ടാലിറ്റി, നിങ്ങളുടെ മൂവ്മെന്റ് കൂടുകയാണ്. 30% ഫാൾ ഇൻ ഡയബറ്റിക്സ് റിലേറ്റഡ് ഡെത്ത്. അതായത് 10% നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞാൽ, തടിയുള്ള ഒരാളെ സംബന്ധിച്ചാണ് പറയുന്നത്, വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ 30% നിങ്ങൾ ഡയബറ്റിക്സ് മൂലം ഉണ്ടാവുള്ള മരണത്തിന്റെ തോത് 30%-ഓളം കുറയാണ്. 40% ഫാൾ ഇൻ ഒബീസിറ്റി റിലേറ്റഡ് ഡെത്ത്. നിങ്ങൾക്ക് പൊണ്ണത്തടി മൂലം ഉണ്ടാവുന്ന മരണത്തിന്റെ 40%-ഓളം സാധ്യത കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നു, ഒരു 10% വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ BP, ഗ്ലൂക്കോസ് ലെവല്, കൊളസ്ട്രോൾ, LDL, HDL, ട്രൈഗ്ലിസറൈഡ്, ഇതൊക്കെ തന്നെ ഇത് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയാൻ നിങ്ങളൊരു 10% വെയിറ്റ് മാനേജ്മെന്റ് ചെയ്താൽ മതി. അപ്പം തടിയുള്ള ആളുകൾ മാത്രമാണെന്നില്ല, നിങ്ങളുടെ വയറ്, നിങ്ങളുടെ വേസ്റ്റിന്റെ ഭാഗത്ത് കൂടുതലായിട്ടുള്ള വെയിറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SNF ഉപയോഗിക്കാം. ഇനി മേജർ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിക്സ്. എന്തൊക്കെയാണ് ഡയബറ്റിക്സിലുള്ള മേജർ പ്രശ്നങ്ങൾ? മൈക്രോ വാസ്കുലർ, മാക്രോ വാസ്കുലർ എന്ന് പറഞ്ഞ് നമ്മളതിനെ തരം തിരിച്ചിട്ടുണ്ട്. മൈക്രോ വാസ്കുലർ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതിനെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്നു. മാക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ വലുതിനെ ചെറുതായി കാണുന്നു. ആ രീതിയിൽ ഓർത്താൽ മതി. മൈക്രോ വാസ്കുലർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ കണ്ണ്, നേരത്തെ പറഞ്ഞു കണ്ണിന്റെ കാഴ്ച കുറയാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണിനകത്തുള്ള ചെറിയ തരത്തിലുള്ള ഞരമ്പുകളിൽ വലിയ പ്രഷർ, ഗ്ലൂക്കോസ്, ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസ് ഇങ്ങനെ വെയിനകത്ത്, ബ്ലഡിനകത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉയർന്ന ഹൈ ബ്ലഡ് പ്രഷർ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡാമേജ് ആക്കുന്നു. റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് ഇതിന് വിളിക്കുന്ന പേര്. അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഗ്ലൂക്കോമ, നിങ്ങളുടെ കാഴ്ച പൂർണ്ണമായിട്ട് നശിക്കാനുള്ള സാധ്യത, നിങ്ങൾക്ക് തിമിരത്തിന്റെ പ്രശ്നം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നെക്സ്റ്റ് കിഡ്നി, ഹൈ ബ്ലഡ് പ്രഷർ ആണ്. ഞാൻ പറഞ്ഞു കിഡ്നിക്ക് ഓവർഡോസ് ആണ്. ഒരു 40 വയസ്സ് വരെ പ്രവർത്തിക്കേണ്ട കിഡ്നി ഒരു ഷുഗർ പേഷ്യന്റിന് ഒരു 5 വർഷം നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ കൃത്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു 15 വർഷം പ്രവർത്തിക്കേണ്ട കിഡ്നിയുടെ ആ ഒരു പ്രവർത്തനം 5 വർഷം കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, കിഡ്നി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. എന്ന് മാത്രമല്ല, കിഡ്നിയിൽ നമ്മൾ നെഫ്രോപ്പതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിഡ്നിയിലുള്ള അരിപ്പകളെയാണ് നമ്മൾ നെഫ്രോൺസ് എന്ന് പറയുന്നത്. കിഡ്നിയുടെ ധർമ്മം എന്ന് പറയുന്നത് അരിച്ചെടുക്കുക എന്നുള്ളതാണ്, ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ അരിപ്പകൾക്ക് ഡാമേജ് വരും. കാരണം അതിന് പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജ്ജം എന്ത് ചെയ്യുന്നില്ല, കിഡ്നിയുടെ സെല്ലില് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കിഡ്നിക്ക് ഇവിടെ. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി വരാനുള്ള സാധ്യത ഉണ്ട്. ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിനകത്തുള്ള ഞരമ്പുകൾ, ചെറിയ ചെറിയ ഞരമ്പുകൾ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് മാക്രോവാസ്കുലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഡയബറ്റിക്സ് പേഷ്യന്റിന് അധികമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓർമ്മ, നമ്മളുടെ മൊത്തം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ ആണ്. നമ്മളുടെ ഓർമ്മ കുറയാൻ, ചില കാര്യങ്ങൾ മറന്നു പോവുക, അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത ബ്രെയിൻ ഉണ്ട്. കാരണം ബ്രെയിനിന് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ നോളജിനെ എങ്ങനെ എന്റെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്റെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെ ബ്രെയിൻ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളൊക്കെ ഫീൽഡിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ ഒരു അരമണിക്കൂർ RCMന്റെ സെഷൻ, രാജൻ സാറിന്റെയോ ലീഡേഴ്സിന്റെ ഒക്കെ സെഷൻ കേൾക്കുന്ന സമയത്ത് പല ആളുകളും ഉറങ്ങിപ്പോകുന്നതിന്റെ കാരണം അത്രത്തോളം ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്തും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് ഇങ്ങനെ ശരീരം വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അത്രയും ഗ്ലൂക്കോസ് ബ്രെയിനിന് വർക്ക് ചെയ്യാൻ ആവശ്യമായതുകൊണ്ട് ബ്രെയിനിലേക്ക് കൃത്യമായിട്ടുള്ള ഗ്ലൂക്കോസ് എത്താത്തൊരവസ്ഥ ഡയബറ്റിക്സ് ഉള്ള പേഷ്യന്റിനെ സംബന്ധിച്ചുണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഹേർട്ട് പ്രശ്നങ്ങൾ, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മുടെ കൊറോണറി ആർട്ടറീസ്, നമ്മുടെ ഹേർട്ടിന്റെ ധമനികൾ ഓവറായിട്ട് ഹൈ ബ്ലഡ് പ്രഷർ ആയതുകൊണ്ട് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ജിമ്മിൽ പോയിട്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണെന്ന് അറിയാം, അവരുടെ മസിൽസ് ഒക്കെ നല്ല എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് വരുന്ന കാണാം. നമ്മുടെ യൂത്ത് ഐക്കൺ അക്ഷയ് സാറിന്റെയും നമ്മുടെ ആകാശ് പുന്നാടിനെയൊക്കെ നിങ്ങൾ
പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്, അവരെ മസിൽസ് ഒക്കെ ഇങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കുന്നത് കാണാം. അപ്പൊ അത്തരത്തിൽ ഹൃദയം ഓവറായിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഈ പറയുന്ന മസിൽസ് സ്ട്രോങ് ആവും. സ്ട്രോങ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ, കൊറോണറി ആർട്ടറീസ്. കൊറോണറി ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർട്ടിനകത്തേക്ക് ഓക്സിജന്റെ ലെവൽ അതുപോലെ തന്നെ ന്യൂട്രിയൻസിനൊക്കെ കൃത്യമായിട്ട് എത്തിക്കുന്ന ഞരമ്പുകളാണ് ഈ പറയുന്ന കൊറോണറി ആർട്ടറീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, പോഷകങ്ങളെ ഈ പറയുന്ന ഓക്സിജനൊക്കെ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എക്സ്ട്രീമിറ്റീസ്, നമ്മുടെ കാലിലൊക്കെ വ്രണങ്ങൾ വരാനുള്ള സാധ്യത, മൈക്രോ വാസ്കുലർ ഇഷ്യൂസ് കാലിനും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ബ്രെയിൻ ഈ പറയുന്ന ഹേർട്ട് ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ സൈലന്റ് എക്സിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്ന് പറയാറില്ലേ, ഈ പറയുന്ന നമ്മളുടെ ഞാൻ ഈ പറയുന്ന കൊറോണറി ആർട്ടറീസ് ഞാൻ പറഞ്ഞു. ഈ കൊറോണറി ആർട്ടറീസിനൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന ഗ്ലൂക്കോസിനെ എത്തിക്കാനും ന്യൂട്രിയൻസിനെയും ഓക്സിജനൊക്കെ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുടെ ഹേർട്ടിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് സൈലന്റ് അറ്റാക്ക് നമ്മൾ പറയാറുണ്ട്. ഷുഗർ ഉള്ള ആളുകൾക്ക് വേദന ഉണ്ടാവില്ല അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ. അത് ഈ ഒരു കേസാണ്. മൾട്ടിവെസൽ ഡിസീസ്. മൾട്ടിവെസൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് പലരും പറയുന്നത് കേൾക്കാറുണ്ട്, ഒരുപാട് ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. ഈ തരത്തിൽ ചെറിയ രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് മൾട്ടി വെസൽ ഡിസീസ് ഉണ്ടാകുന്നു. ഈ പറയുന്ന ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് പലതരത്തിൽ ചെറിയ ചെറിയ പല ശതമാനത്തിലുള്ള ബ്ലോക്കുകൾ കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ കോംപ്ലിക്കേഷൻസ്, ഞാൻ ഈ പറയുന്ന ഈ കൊറോണറി ആർട്ടറീസിൽ ഈ പറയുന്ന ബ്ലഡ് എന്ത് ചെയ്യും, ഷുഗറിന്റെ ലെവൽ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കാൽസ്യം ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവിടെ ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെയുള്ള പ്ലാഗ് അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ രക്തക്കട്ടകൾ, കട്ടയായിട്ട് രക്തം പല സ്ഥലങ്ങളിൽ നമ്മുടെ ചെറിയ ഞരമ്പുകളിൽ പോയി അടിയാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റിക് കീറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയബറ്റിക്സ് ഇഷ്യൂ ആയിട്ട് ഹൃദയത്തിന് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ PC ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റഡ് ഇടുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പല തരത്തിലുള്ള ബ്ലോക്കുകൾ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റഡ് ഇടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി, നമ്മുടെ കൊറോണറി ആർട്ടറി പോലെ പ്രധാനപ്പെട്ട ഞരമ്പുകളിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ നമുക്ക് സ്റ്റഡ് ഇടാനൊന്നുള്ള സമയമില്ല, അവിടെ നമ്മൾ ബൈപ്പാസ് സർജറി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണ് എന്ന് പറയാൻ കാരണം. ഇത്തരത്തിലൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, നിങ്ങളുടെ കാര്യക്ഷമത കുറയും, നിങ്ങളുടെ വരുമാനം കുറയും. അതോടൊപ്പം തന്നെ ഒരുപാട് സമയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടെന്നും ഒരുപാട് കാശ് ചെലവാക്കേണ്ട ഒരു അവസ്ഥ, വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലൈഫ് പോകും. അപ്പം ഇതൊക്കെയാണ് നിലവിൽ ഷുഗറുള്ള ആളുകൾ ഈ കാണുന്ന ഒക്കെ അലോപ്പതി മെഡിസിൻസ് ആണ്. നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്നതിൽ ഷുഗർ ഉള്ള ആളുകളും മുൻപേ ഷുഗറിന് മരുന്ന് കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ കഴിച്ചിട്ടുണ്ടാവുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ. പക്ഷേ അതിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് ഡയബറ്റസ് ആർന്നോ ഗ്ലൈസിഫേജ് എന്നൊക്കെ ഉള്ള പേരിലാണ്, അതിന്റെ മോളിക്യൂളിന്റെ പേരാണ് മെറ്റ്ഫോമിൻ. അത് നമ്മൾ കഴിക്കുന്നുണ്ടാവും. മെറ്റ്ഫോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മെറ്റ്ഫോമിനാണ് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വളരെ ചീപ്പായിട്ടുള്ള ചെറിയ വിലയ്ക്ക് കിട്ടുന്ന മെഡിസിൻ ആയതുകൊണ്ടും ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന മരുന്ന് മെറ്റ്ഫോമിനാണ്. അപ്പം എല്ലാ ആളുകളും ഡയബറ്റിക്സ് പേഷ്യൻസും മെറ്റ്ഫോമിൻ കഴിച്ചിട്ടുണ്ടാവും. മെറ്റ്ഫോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നേരത്തെ, ഷുഗർ നമ്മളെ ബ്ലഡിനകത്ത് ഉണ്ടാവുന്ന ഷുഗർ അധികമായിട്ട് വരുന്ന ഷുഗറിനെ ലിവർ എന്ത് ചെയ്യും, ഗ്ലൈക്കോജൻ ആയിട്ട് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവയവങ്ങളിലേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എനർജി ഗ്ലൂക്കോസ് ഒന്നും ശരീരത്തിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ബ്രെയിൻ എപ്പോഴും നമ്മുടെ ലിവറിന് ഇങ്ങനെ ഇൻഫോർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്ത്, നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവില്ല, അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യണം. അപ്പം ഓൾറെഡി നമ്മുടെ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് അധികം ഉണ്ട്, അതിന്റെ പുറമെ ലിവർ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗ്ലൂക്കോസിനെ വീണ്ടും എന്ത് ചെയ്യും, ലിവറിനകത്ത് നിന്ന് റിലീസ് ചെയ്യും. അങ്ങനെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പോസിഷനാണ് ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ എന്താ പറയാ, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള കുടലിനകത്ത് നിന്ന് ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷനെ തടയാനും എന്ത് ചെയ്യും, ഈ പറയുന്ന മെറ്റ്ഫോമിൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റ്ഫോമിൻ ചെയ്യുന്ന മറ്റൊരു ജോലിയാണ് നമ്മളുടെ എന്താ പറയുക, സ്കെൽറ്റൽ മസിൽസ്, നമ്മുടെ കാലിന്റെ തൊട, കൈയിന്റെ മസിൽസ് ഒക്കെ, ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള കൈയിന്റെ മസിലിലേക്കൊക്കെ കൃത്യമായിട്ട് അവിടേക്കൊക്കെ ഗ്ലൂക്കോസിന് കയറി ചെല്ലാൻ, അതിനെ ഗ്ലൂക്കോസിനെ അവിടേക്ക് കടത്തി വിടാനുള്ള പണിയൊക്കെ എന്ത് ചെയ്യും, മെറ്റ്ഫോമിൻ ചെയ്യും. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടല്ലേ ഏറ്റവും നന്നായിട്ട് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന അലോപ്പതി മരുന്നുകൾക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മളുടെ കരളിനകത്ത്
ഈ പറയുന്ന ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരളിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയും ലിവർ സിറോസിസ് വരാനുള്ള സാധ്യത മെറ്റ്ഫോമിൻ കഴിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഉണ്ട് എന്നല്ല പറയുന്നത്, പക്ഷേ കാലക്രമേണ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് കുടൽ സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഗ്യാസ്, അത്തരത്തിലുള്ള പല ഇഷ്യൂസ് വരാൻ, ഗ്യാസ്ട്രോസിസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നിങ്ങൾ മെറ്റ്ഫോമിൻ കഴിക്കുന്നു, വീണ്ടും ജീവിതശൈലി രോഗമാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിനൊന്നും മാറ്റം വരുത്തുന്നില്ല, നമ്മൾ അലോപ്പതി മരുന്നിനെ മാത്രം ആശ്രയിച്ചിട്ട് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ പറയുന്ന പാൻക്രിയാസിലെ ബീറ്റാ സെൽസിൽ ഇൻസുലിൻ റിലീസ് ചെയ്യുന്ന കഴിവൊക്കെ പതിയെ പതിയെ കുറഞ്ഞു വരും. അതായത് ഇൻസുലിന്റെ അളവ് എന്ന് പറയുന്നത്, ഇൻസുലിൻ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന അവസ്ഥ, ഇൻസുലിനെ സെക്രേറ്റ് ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവ് നഷ്ടപ്പെടും. ആ സമയത്ത് എന്ത് ചെയ്യും? ഇൻസുലിൻ സെക്രേറ്റിക്കോസ് എന്ന് പറയുന്ന മരുന്ന്, അതായത് എന്താണ്, നമ്മളെ ബീറ്റാ സെൽസിനെയൊക്കെ മാക്സിമം ഉണർത്തിയിട്ട് അതിനകത്തുള്ള ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിനാണ് സെക്കൻഡ് മെഡിസിൻ. ഇതും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന മെഡിസിനാണ്. ഈ മെഡിസിനും എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനും ഇത്തരത്തിലുള്ള കാർഡിയോ വാസ്കുലർ, നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഈ മരുന്നിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് ടു ഡ്രഗ് ഇന്ററാക്ഷൻസ് ഈ മരുന്നിന് വളരെ കൂടുതൽ. അതായത് മറ്റു മരുന്നുകളൊക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പലതരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പല ആളുകളും കണ്ടുവരുന്ന ടെൻഡൻസിയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു തവണ ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മെഡിസിൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ നിങ്ങളൊരു സപ്ലിമെന്റ് ഒന്നും കഴിക്കാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട്, പല ആളുകളും, RCM ഉള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്, മാർക്കറ്റിലുള്ള ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന കാര്യം, ഷുഗറിന്റെ മരുന്ന് തരൂ എന്ന് പറഞ്ഞിട്ട് പഴയ പ്രിസ്ക്രിപ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ അറിയുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കും. അപ്പം ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പോസിഷനുള്ള മരുന്നായിരിക്കും കൊടുക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ BP മരുന്ന് കഴിക്കുന്ന ആളായിരിക്കും, മറ്റെന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളായിരിക്കും. ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ മരുന്നുകളുടെ കോമ്പോസിഷൻ കൃത്യമായിട്ട് ഈ പറയുന്ന മരുന്നുകൾ ഡ്രഗ് ടു ഡ്രഗ് ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഇനി പയോഗ്ലിറ്റസോൺ എന്ന് പറയുന്ന അടുത്ത ഒരു മെഡിസിൻ ഉണ്ട്. ഈ പറയുന്ന പയോഗ്ലിറ്റസോൺ, തയോസിറ്റസോൺ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് ശരീരത്തിൽ എഫക്ട് ചെയ്യുക. ഇതും ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്, ഈ പറയുന്ന കുടലിനകത്ത് നമ്മളുടെ എന്താ പറയാ, വൻകുടലിലും ചെറുകുടലിലൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഫുഡിനകത്ത് ഗ്ലൂക്കോസിനെ ശരീരം ആഗിരണം ചെയ്യുന്നതിന്റെ അളവിനെ എന്ത് ചെയ്യും? വളരെയധികം കുറച്ച് കളയും. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന കോടിക്കണക്കിന് ആളുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടീഡ് ആണ്, നിങ്ങൾ ഈ മരുന്നൊന്നും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗറിനെ എന്നേക്കുമായിട്ട് മാറ്റാൻ ഈ മരുന്നുകളൊന്നും തന്നെ നിങ്ങളെ സഹായിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് നിങ്ങൾ ചോദിക്കേണ്ട, അദ്ദേഹത്തിന്റെ BP നിങ്ങൾ കാണേണ്ടി വരും. ഡോക്ടർ അരി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ശരീരത്തെ താൽക്കാലികമായിട്ട് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമാണ് ഈ മെഡിസിൻ. ഇന്ന് വരെ അതിനുള്ള മെഡിസിൻ മാത്രമേ ലോകത്ത് അലോപ്പതിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഷുഗറിനെ പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാനുള്ള ഒരു മെഡിസിനും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഡോക്ടേഴ്സ് അത് കൊടുക്കുന്ന ഓരോ രീതിയാണ്, അതിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഗ്രാഫിനകത്ത് 0 എന്ന് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഡയബറ്റിക്സ് വന്ന സമയമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് അല്ലെ എന്താ പറയാ, ബ്ലഡ് ഷുഗർ, ഭക്ഷണത്തിന് ശേഷം ഷുഗർ 150, 160 ഈ ഒരു റേഞ്ചിലൊക്കെ ഷുഗർ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ കൺട്രോൾ ചെയ്തോളാം എന്ന് പറയുന്ന വിദ്വാന്മാരുണ്ട്. പക്ഷെ എന്ത് കൺട്രോൾ ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, ഷുഗർ കൂടുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു, ഈ 0 എന്ന് പറയുന്ന പൊസിഷനിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്, നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ ഒരു 10 വർഷം മുന്നോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ 5 വർഷം മുൻപ്, അത് 8 വർഷം മുൻപ് തന്നെ നിങ്ങൾക്ക് മാക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻസ് തുടങ്ങുന്നുണ്ട്. അതായത് നിങ്ങൾ ഷുഗർ കണ്ടുപിടിച്ചതിന്റെ 8 വർഷം മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രെയിൻ സംബന്ധമായിട്ടുള്ള, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട്. അത് 5 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ മൈക്രോവാസ്കുലർ അതിന്റെ പണി ഇവിടെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ കണ്ണുകള് കിഡ്നിയൊക്കെ എന്ത് ചെയ്യുന്നു, ഡാമേജ് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പം പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ഗ്രാഫ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി, നമ്മൾ പ്രീ ഡയബറ്റിക്സ് ഒരുപക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡയബറ്റിക് ആണെന്നോ പ്രീ ഡയബറ്റിക് ആണെന്നോ നിങ്ങൾ മനസ്സിലായി. അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ RCM വെക്കുന്ന അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വെക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ്. അതിന്റെ കൂടെ ഗ്ലൈസം ടാബ് ഉണ്ട്. എന്തൊക്കെയാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് ഉണ്ട്? 64% പ്രോട്ടീൻ ഉണ്ട്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്തിനാണ് ഇതിനകത്ത് കൊടുത്തതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പിഡിക്കാസ് വാല്യൂ, പ്രോട്ടീൻ, ഡൈജസ്റ്റബിലിറ്റി,
കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അതായത് പ്രോട്ടീൻ കൃത്യമായിട്ട് ദഹിക്കുകയും അത് കൃത്യമായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ വാല്യൂ, പിഡിക്കാസ് വാല്യൂ 1 ഉള്ള പ്രോട്ടീനുകളാണ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ. അത് സോയ ഐസൊലേറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് ന്യൂട്രിചാർജിന് വേണ്ടി സോയ ഐസൊലേറ്റ് ഉണ്ടാക്കുന്നത് ഡ്യൂപോണ്ട് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. ലോകത്തിൽ ഇന്ന് കിട്ടാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ സോയ ഐസൊലേറ്റ് എന്ന് പറയുന്നത് ഡ്യൂപോണ്ടിൻ്റെതാണ്. അംബാനി വിചാരിച്ചു കഴിഞ്ഞാലും ഇതിനേക്കാൾ ക്വാളിറ്റി ഉള്ള പ്രോട്ടീൻ കഴിക്കണം എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. കാരണം ലോകത്ത് ഇതിനേക്കാൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോയ ഐസൊലേറ്റ് നിലവിലില്ല. അപ്പൊ ആ രീതിയിലുള്ള പ്രോട്ടീൻ ഉണ്ട്. അതിനകത്ത് ഡയറ്ററി ഫൈബർ ഉണ്ട്. ഗാർഷീനിയ കമ്പോജിയ, ആ പേര് കേട്ട് നിങ്ങൾ ഞെട്ടേണ്ട, അത് കൊടംപുളിയുടെ സത്താണ്. സിന്നമൺ എക്സ്ട്രാക്ട് ഉണ്ട്, നമ്മുടെ കറുവപ്പട്ട, കോഫി പൗഡർ ഉണ്ട്, എൻസൈമുകൾ ഉണ്ട്. ഇതൊക്കെയാണ് ആ പൗഡറിനകത്തുള്ളത്. നമുക്ക് 1 ബൈ 1 നോക്കാം. ഞാൻ പറഞ്ഞു 64% പ്രോട്ടീൻ ഉണ്ട്. ഒരു സ്കൂപ്പ്, അതിനകത്ത് നിങ്ങൾ സ്കൂപ്പ് എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 12.5 ഗ്രാം പ്രോട്ടീൻ എന്തുണ്ട് ആ ഒരു സ്കൂപ്പിനകത്തുണ്ട്. അത് കൊടംപുലിയുടെ പിക്ചറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇവിടെ പ്രോട്ടീന്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ, പ്രീ ഡയബറ്റിക് ഇൻഡിവിജ്വൽസ് ഓൾസോ നീഡ് പ്രോട്ടീൻ. എന്തിനാണ് പ്രോട്ടീന്റെ ആവശ്യം? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഷുഗറിനെ കുറിച്ച് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ H1ABC എന്ന് പറയുന്ന ടെസ്റ്റ്, നമ്മളെ ഹീമോഗ്ലോബിന്റെ കൂടെ ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ മോളിക്യൂൾസ് ബൈൻഡ് ചെയ്തിരിക്കും. അതിന്റെ ഏവറേജ് എടുത്തിട്ടാണ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു ഗ്ലൈക്കോലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് ഞാൻ, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഹീമോഗ്ലോബിൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർട്ട് ഡിസീസിന്റെ കാര്യം പറഞ്ഞ സമയത്ത്. അപ്പം ഗ്ലൈസലേറ്റഡ് ഈ ഹീമോഗ്ലോബിന്റെ ഇതിന്റെ അളവ് എടുത്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് H1ABC കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ സോയ് പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ റെഡ്യൂസസ് ഗ്ലൈസലേറ്റഡ് ഹീമോഗ്ലോബിൻ, ഈ പറയുന്ന ഹീമോഗ്ലോബിനകത്ത് ഈ പറയുന്ന ഗ്ലൂക്കോസ് ഈ രീതിയിൽ ബൈൻഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയെ റെഡ്യൂസ് ചെയ്യാൻ എന്ത് സഹായിക്കും? നമ്മളുടെ സോയ് പ്രോട്ടീൻ സഹായിക്കും. ഇൻക്രീസസ് ഇൻസുലിൻ സെക്രീഷൻ ഫ്രം പാൻക്രിയാസ്. അതായത് ഇൻസുലിൻ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ പാൻക്രിയാസിനകത്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ ബ്ലഡിലേക്ക് കൊടുക്കുന്നതിനാണ് ഇൻസുലിൻ സെക്രീഷൻ എന്ന് പറയുക. ഈ ഇൻസുലിൻ സെക്രീഷനും കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സോയ് പ്രോട്ടീൻ സഹായിക്കുന്നു. റെഡ്യൂസസ് എപ്പിറ്റൈറ്റ്. എപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അപ്പം വിശപ്പ് കുറയുന്ന സമയത്ത് ഭക്ഷണം കുറയും, അപ്പം ഗ്ലൂക്കോസിന്റെ അളവ് ശരീരത്തിലേക്ക് എത്തുന്നത് കുറയും. ഹെൽപ്സ് സേവ് മസിൽസ്. പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ മസിൽസിനെ പ്രൊട്ടക്ട് ചെയ്യും. അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. റൈസ് ബ്ലഡ് ഷുഗർ ലെവൽസ് ആഫ്റ്റർ മീൽസ്. അതായത് ഭക്ഷണത്തിന് ശേഷം നമ്മൾ എന്താ പറയാ, നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്ന ആളുകളാണ്, വെളുത്തരി അത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുന്ന ആളുകളാണ്. ആ സമയത്ത് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്ലൂക്കോസ് ഹൈപ്പ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. ആ പെട്ടെന്നുള്ള ഗ്ലൂക്കോസ് ഹൈപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ഇൻസുലിന്റെ വേരിയേഷൻ ഉണ്ടാവും. അതിനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഈ പറയുന്ന സോയ ഐസൊലേറ്റ് നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. ദ മസിൽസ് ഓഫ് പ്രീ ഡയബറ്റിക് ഇൻഡിവിജ്വൽസ് ആർ യൂഷ്വലി വീക്കൻഡ്. ഈ രീതിയിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ മസിൽസ് ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് മാറും അല്ലെ. ഈ ഒരു ഈ കൈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൈ ഈ ശോഷിച്ച രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ മസിൽസ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദർ ആർ ലോട്ട് ഓഫ് ഡയറ്ററി റെസ്ട്രിക്ഷൻസ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡോക്ടർമാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും ധാരാളമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്ക് ഭക്ഷണത്തിലൊക്കെ ഡയബറ്റിക്സ് പേഷ്യൻസിന് വരുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ വെയിറ്റ് ലോസ്, നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലോസ് സംഭവിക്കും. ആ വെയിറ്റ് ലോസിന്റെ കൂടെ നിങ്ങൾക്ക് മസിൽ ലോസും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മസിൽ ലോസിനെ പിടിച്ചു നിർത്താൻ നമുക്കറിയാം, 35 വയസ്സ് കഴിഞ്ഞാൽ 1% മസിലുകൾ ഓരോ വർഷവും നമ്മളെടുത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളെ ഡയറ്റിലൊന്നും തന്നെ എന്തില്ല? പ്രോട്ടീൻ ഇല്ല. നമ്മൾ 4 നേരം കഴിക്കുന്നത് അരി ഭക്ഷണമാണ്. അത് പേര് കൊണ്ട് ചപ്പാത്തി, പുട്ട്, പത്തിരി, കടല, അല്ല ഈ പറയുന്ന ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്. നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നില്ല. അതുകൊണ്ട് പ്രോട്ടീന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് നമ്മുടെ മസിൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോട്ടീൻ ഒരു ഷുഗറിന്റെ മെഡിസിനകത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന മെറ്റ്ഫോമിനകത്തോ നിങ്ങൾ കഴിക്കുന്ന മറ്റ് അലോപ്പതി മരുന്നുകൾക്കകത്തൊന്നും പ്രോട്ടീൻ പോയിട്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ വെറും ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. സിന്നമൺ എക്സ്ട്രാക്ട്, സിന്നമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുവപ്പട്ട വെരി ഹെൽപ്ഫുൾ ഫോർ കൺട്രോളിങ് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. ബെനിഫിഷ്യൽ ഫോർ ഇൻഡിവിജ്വൽസ് സഫറിംഗ് ഫ്രം ടൈപ്പ് 2 ഡയബറ്റിക്സ്. ഞാൻ ഈ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയുള്ള ആളുകൾ, ഇൻസുലിനെ കൃത്യമായിട്ട് ഇൻസുലിൻ റിസപ്റ്ററിനെ മനസ്സിലാക്കാൻ പറ്റാത്ത, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസുലിൻ ഉണ്ട് പക്ഷെ ആ പൂട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിന്റെ ചാനൽ തുറക്കുന്നില്ല, കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് സഞ്ചരിക്കാത്ത അവസ്ഥയുള്ള ആളുകൾക്ക് അത് കുറയ്ക്കാൻ ഈ സിന്നമൺ എക്സ്ട്രാക്ട് സഹായിക്കും. ഞാൻ പറഞ്ഞു ഗാർസീനിയ കമ്പോജിയ നേരത്തെ പറഞ്ഞത് കൊടംപുളിയാണ്. റെഡ്യൂസസ് അപ്പിറ്റൈറ്റ് ആൻഡ് ഡയറ്റ്, അതായത് നമുക്ക് വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബോത്ത് ഫാസ്റ്റിംഗ് ആൻഡ്
അതായത് ഭക്ഷണത്തിന് മുന്നേ ഉള്ള ഫാസ്റ്റിംഗിലുള്ള ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ ഗാർഷീനിയ കമ്പോജിയ സഹായിക്കും. റെഡ്യൂസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഇൻക്രീസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, ഡിക്രീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. കൊക്കോവ അതിന് ചേർത്തത് കൊണ്ട് തന്നെ, കൊക്കോവ ഉണ്ട് അതിനകത്ത്, അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. പെട്ടെന്ന് ഇൻസുലിനെ മനസ്സിലാക്കാനുള്ള ഇൻസുലിൻ റെസിപ്റ്ററിന്റെ എന്താണ് ശേഷി വർദ്ധിക്കും. അതുപോലെ തന്നെ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ കുറയും. മെയിൻറ്റെയിൻ അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. ഞാൻ പറഞ്ഞു ഇൻഡസ്റ്റൈനിലുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ അബ്സോർപ്ഷൻ കൂട്ടാനും. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റിൽ ധാരാളം ഗ്ലൂക്കോസ് ഉണ്ടാവും. ആ സമയത്ത് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നു? കൊക്കോ സഹായിക്കും. നേരത്തെ പറഞ്ഞു മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ പയോഗ്ലിറ്റസോൺ പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ വൻകുടലിനകത്ത് ഗ്ലൂക്കോസിന്റെ ആഗിരണം തടയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ്, നമ്മൾ എന്താ പറയുക, ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങളുടെ ദഹന വ്യവസ്ഥ ഡാമേജ് ആവുന്നു. ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഇല്ല. കാരണം കൊക്കോവ ചെല്ലുന്ന സമയത്ത് ഈ ജോലി അവിടെ ചെയ്യുന്നു വിത്തൗട്ട് എനി സൈഡ് എഫക്ട് എന്നുള്ളതാണ്. റെഡ്യൂസ് ഓക്സിഡേറ്റീവ് ഡാമേജ് കോസിംഗ് ഡ്യൂറിംഗ് പ്രീ ഡയബറ്റിക്സിൽ ഉണ്ടാവുന്ന ഓക്സിഡേഷൻ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. 100% കോഫി, പ്യുവർ കോഫി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ തടയാനും, അതേപോലെ തന്നെ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡൻസിന്റെ ആ ടാബ്ലറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. രണ്ടുതരത്തിലുള്ള എൻസൈമുകൾ ഇതിനകത്തുണ്ട്. ഒന്ന് പ്രോട്ടീസ് എന്നും രണ്ട് ലാക്ടേസ് എന്ന് പറയുന്ന രണ്ട് എൻസൈമുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ പ്രോട്ടീനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അതിന്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഈ മസിൽ കുറയുന്നു, പ്രോട്ടീന്റെ അളവ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മസിൽ ശോഷിച്ചു പോവാണ്. ആ മസിൽസിനെ കൃത്യമായിട്ട്, ആ ശോഷിച്ച ആളെ ഒന്നുകൂടെ കൃത്യമായിട്ട് പഴയ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഡൈജസ്റ്റീവ് എൻസൈമിലെ പ്രോട്ടീൻ സഹായിക്കുന്നു. ലാക്ടേസ് എന്ന് പറയുന്നത് മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇൻസുലിൻ സെക്രിഗേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന പാലിനകത്തുള്ള ഈ കണ്ടന്റുകളെ വിഘടിപ്പിക്കാൻ വേണ്ടി ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന അസുഖം. ആ ഒരു ഇഷ്യൂ ഉള്ള ആളുകൾക്ക് പോലും ഈ പറയുന്ന ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉള്ളത് കൊണ്ട് മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ ഇതിൽ ധാരാളം ഉണ്ട്. ഡയറ്ററി ഫൈബർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ പറഞ്ഞു നേരത്തെ ആ മരുന്നുകൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ വൻകുടലിൽ ഇൻഡസ്റ്റൈനകത്ത് കൊളസ്ട്രോൾ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഈ ഫൈബർ എന്ത് ചെയ്യും? ഒരു ഫൈബർ ജെല്ല് ഉണ്ടാക്കും. ഈ ഫൈബർ ജെല്ല് നമ്മളെ ചെറുകുടലിൽ വെച്ചിട്ട് ഷുഗറിന്റെ അബ്സോർപ്ഷനെ ഈ പറയുന്ന ഫൈബർ എന്ത് ചെയ്യും? ഒരു കൊളോയിഡ്, ഒരു ജെല്ല് ഉണ്ടാക്കിയിട്ട് ഷുഗറിന്റെ ഈ പറയുന്ന ചെറുകുടലിൽ വെച്ചിട്ട് ഷുഗറിനെ ശരീരം അബ്സോർബ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൈബർ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം മൈക്രോബ്സ് ഉണ്ട്, മൈക്രോ ബാക്ടീരിയാസ് ഉണ്ട്. കുടലിൽ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള അതൊക്കെ വളരാൻ നമുക്ക് ഫൈബർ ആവശ്യമാണ്. ഇനി അടുത്ത നമ്മുടെ ടാബ്ലറ്റ് ആണ്. അതിൽ 12 തരത്തിലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഹെർബ്സ് ഉണ്ട്. സിഞ്ചിയം ക്യുമിനി നമ്മളുടെ ഞാവൽപ്പഴമാണ്. എംബ്ലിക്ക ഒഫീഷ്യലിസ് എന്ന് പറഞ്ഞ ഗൂസ്ബെറി, അതായത് നമ്മളുടെ നെല്ലിക്കയാണ്. മാൻജിഫറ ഇൻഡിക്ക, അതൊക്കെ അതിന്റെ ശാസ്ത്രീയ നാമങ്ങളാണ്. നിങ്ങൾ ആ പേര് ശ്രദ്ധിക്കേണ്ട. മാൻജിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മാംഗോ ആണ്. പച്ച മാങ്ങയല്ല, പച്ച മാങ്ങ ഉണക്കി പൊടിച്ചതിന്റെ കണ്ടന്റ് ആണ് ചേർക്കുന്നത്. ഇരട്ടി മധുരം. അതുപോലെ തന്നെ മാമോഡിക്ക ടെറൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൈപ്പക്കയാണ്. ടെട്രോകാർപ്പസ് മാർസൂപ്പിയം, അത് നമ്മുടെ വേങ്ങ് മരത്തിന്റെ തോല്, അതിന്റെ തോലിനകത്ത് നിന്ന് എടുക്കുന്ന ഒരു കണ്ടന്റ് ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ചക്കരക്കൊല്ലി ഉണ്ട്, ചിറ്റാമൃതുണ്ട്, പൂവളമുണ്ട്, തിപ്പല്ലി ഉണ്ട്, കുരുമുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള 12 ഹെർബ്സ് ആണ് എന്തിനകത്ത് ചേർത്തിരിക്കുന്നത്. പൗഡറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പൗഡറിൽ ഫൈബർ ഉണ്ട്, ഈ പറയുന്ന എൻസൈമുകൾ ഉണ്ട്, അതുപോലെ തന്നെ മസിൽ മാസിനെ, നമ്മൾ ശോഷിച്ചു പോയ ശരീരത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രോട്ടീൻ അതിനകത്തുണ്ട്. അത്തരത്തിൽ കൊടംപുളിയുടെ സത്തുണ്ട്. ഇനി ഈ 12 വണ്ടർഫുൾ ഹെർബ്സ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കൈപ്പക്ക, ഈ പറയുന്ന മാങ്ങയുടെ പച്ച മാങ്ങയുടെ പൊടി ഉണക്കി പൊടിച്ചത്, അതുപോലെ തന്നെ കൂവളം, ഈ പറയുന്ന വേങ്ങ മരത്തിന്റെ തോല്, അതുപോലെ തന്നെ സിന്നമൺ എക്സ്ട്രാക്ട്, നമ്മളുടെ കറുവപ്പട്ട, ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന ആമാശയത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അവിടുന്ന് ഗ്ലൂക്കോസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പാൻക്രിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ സെൽ ബൈ ഇൻസുലിൻ, അതായത് ഇൻക്രീസ്ഡ് ഇൻസുലിൻ സെക്രീഷൻ ബൈ പാൻക്രിയാസ്. അതായത് പാൻക്രിയാസിന്റെ ഇൻസുലിൻ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻസുലിൻ ഉണ്ടാക്കിയിട്ട് പാൻക്രിയാസ് രക്തത്തിലേക്ക് കൊടുക്കുന്നതിന്റെ അളവ് കൂട്ടാൻ ഈ പറയുന്ന വണ്ടർഫുൾ ഹെർബ്സ് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യും? ഇൻസുലിൻ കൃത്യമായിട്ട് വരികയും അതിനെ ട്രാൻസ്പോർട്ടേഷൻ, സെല്ലിലേക്കുള്ള അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, കോശങ്ങളിലേക്ക് രക്തത്തിൽ നിന്ന് അതിനെ കടത്തിവിടാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്ലോവർ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഫ്രം ഇൻഡസ്റ്റൈൻ, ഞാൻ പറഞ്ഞു കുടലിനകത്തുള്ള ഇൻഡസ്റ്റൈൻ
ചെയിനകത്തുള്ള ഈ പറയുന്ന ഷുഗർ ഗ്ലൂക്കോസിന്റെ അമിതമായിട്ടുള്ള അബ്സോർപ്ഷൻ തടയാൻ ഈ പറയുന്ന കൈപ്പയ്ക്ക അതുപോലെ തന്നെ ഈ പറയുന്ന ചക്കരക്കൊല്ലി എന്ന് പറയുന്ന സാധനം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം, പ്രൊട്ടക്റ്റഡ് ബീറ്റാ സെൽ. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞു ബീറ്റാ സെല്ലാണ് ഈ പറയുന്ന ഇൻസുലിൻ ഇറക്കുന്നത്. ഒരുപക്ഷെ ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉള്ള ഒരാൾക്ക് വരെ ഇത്, ഈ പറയുന്ന ജനറ്റിക് പ്രശ്നമുള്ള ആൾക്ക് വരെ ഈ പറയുന്ന കൈപ്പയ്ക്ക അതുപോലെ തന്നെ നമ്മളുടെ നെല്ലിക്ക, ഈ പറയുന്ന പിപ്പർ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതാണ് ഇഞ്ചിയാണ്, പിപ്പർ നിഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകാണ്, തിപ്പല്ലി ഉണ്ട്. ഇതൊക്കെ എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ബീറ്റാ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ബീറ്റാ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യാൻ, ഷുഗർ കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളുടെ ബീറ്റാ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾക്ക് ഇത്തരം സാധനങ്ങൾ സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയാ, ഗ്ലൈസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഹീമോഗ്ലോബിന്റെ കൂടെ ഷുഗർ പറ്റി പിടിച്ച് കിടക്കുന്ന അവസ്ഥ, ഈ ഒരു ഹീമോഗ്ലോബിൻ ലെവലിനെ H1ABC ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന എന്താ പറയുന്നത്, ചിറ്റാമൃത് അല്ലെ, ചിറ്റാമൃതും അതുപോലെ തന്നെ വേങ്ങമരത്തിന്റെ തോലും, ഈ രണ്ട് കണ്ടന്റുകൾ നിങ്ങൾ ഗ്ലൈക്കോലേറ്റഡ് ഹീമോഗ്ലോബിന്റെ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കും. നെക്സ്റ്റ് കൈപ്പയ്ക്ക അതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഫുൾ ഓഫ് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. കൈപ്പയ്ക്കകത്ത് പ്രധാനമായിട്ടൊരു ഘടകമുണ്ട്, അതിന്റെ പേര് പോളിപെപ്റ്റൈഡ് പി എന്നാണ്. പോളിപെപ്റ്റൈഡ് പി അറിയപ്പെടുന്നത് നമ്മളുടെ നാച്ചുറൽ ആയിട്ട് നമ്മളുടെ എന്താ പറയാ ഹെർബ്സിനകത്തുള്ള ഒരു ഇൻസുലിനാണ്. അതായത് കൈപ്പയ്ക്കകത്തുള്ള ഒരു നാച്ചുറൽ ഇൻസുലിൻ ആണ് പോളിപെപ്റ്റൈഡ് പി എന്ന് പറയുന്നത്. അപ്പം ആ ഇൻസുലിൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കും. നെല്ലിക്ക റിച്ച് സോഴ്സ് ഓഫ് ക്രോമിയോ ഹാൻസ് ഹെൽപ് ടു റെഡ്യൂസ് ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ നെല്ലിക്കയുടെ കണ്ടന്റ്, ആ ടാബ്ലറ്റിനകത്ത് നെല്ലിക്കയുടെ കണ്ടന്റ് ഉണ്ട്. നെല്ലിക്കയുടെ കണ്ടന്റ് നമ്മളെ സഹായിക്കുന്നു. അതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. ആന്റി ഓക്സിഡന്റ് എന്തിനാണ്? ഞാൻ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങളെ നമ്മളെ ഡയബറ്റിക്സ് നമ്മളെ ബാധിക്കുന്നുണ്ട്. ഈ അവയവങ്ങളെ ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത്രത്തോളം ഹെർബ്സിന് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ആന്റി ഓക്സിഡന്റ് സഹായിക്കുന്നു. വൈറ്റമിൻ സി ഇസ് ആൻ ആന്റി ഓക്സിഡന്റ്. അപ്പൊ വൈറ്റമിൻ സിയുടെ കലവറയാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാവൽപ്പഴം. ഞാവൽപ്പഴം എന്ന് പറയുന്നത് പഴങ്ങളിലേക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ കുറവുള്ള പഴമാണ്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിൽ ജാമുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിന്ദി പേരാണ്. ജാമുനിലുള്ള ജംബോലൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ബ്ലഡ് ഷുഗർ ലെവലിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. വേങ്ങയുടെ തോലും ഇതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കാനും ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് നിലനിർത്താനൊക്കെ സഹായിക്കുന്നതാണ്. അതിനകത്തുള്ള നോർമൽ ഇൻസുലിൻ സെക്രഷൻ, ഞാൻ പറഞ്ഞ ഇൻസുലിന്റെ അളവ് ബ്ലഡിലേക്ക് കൊടുക്കുന്നതിന്റെ പാൻക്രിയാസിന്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ ഈ പറയുന്ന വേങ്ങമരത്തിന്റെ തോല് സഹായിക്കുന്നു. കൂവള നമ്മളെ സഹായിക്കുന്നത് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനാണ്. ഈ പറയുന്ന റാപ്പിഡ് റൈസ് ഇൻ പോസ്റ്റ് പാൻഡിയൽ ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്ലഡ് ഷുഗർ ലെവൽ, അതിനാണ് നമ്മൾ പോസ്റ്റ് പാൻഡിയൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് നേരത്തെ പറഞ്ഞു. ആ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ കൂവളം എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇരട്ടി മധുരം, ഇറ്റ് ഇംപ്രൂവ്സ് ഇൻസുലിൻ സെക്രീഷൻ ബൈ ഇൻക്രീസിംഗ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബോഡി. എഫക്റ്റീവ് ഹെർബ് ഫോർ ഡയബറ്റിക് മാനേജ്മെന്റ്. ഈ പറയുന്ന ഇരട്ടി മധുരം നമ്മുടെ നാവിനകത്ത് നമുക്ക് ടേസ്റ്റ് ബഡ്സിൽ മധുരം നൽകുന്ന ഒരു സാധനമാണ് ഇരട്ടി മധുരം. അതുകൊണ്ട് തന്നെ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് കുറയും. ചിറ്റമൃത് ഹെൽപ്പ് ലോവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ. ഞാൻ പറഞ്ഞ നേരത്തെ പോസ്റ്റ് പാൻഡിയല പറഞ്ഞെങ്കിൽ ഫാസ്റ്റിംഗിലുള്ള ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ ചിറ്റമൃത് സഹായിക്കുന്നു. ചക്കരക്കൊല്ലി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ചക്കരക്കൊല്ലിക്കകത്തുള്ള കണ്ടന്റുകൾ ഏത് രീതിയിലാണ് പാൻക്രിയാസിനെ സഹായിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു ഇൻസുലിൻ ഈ പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ്. ഈ പറയുന്ന ഇൻസുലിനെ എങ്ങനെയാണ് പാൻക്രിയാസ് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ചക്കരക്കൊല്ലി സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കുരുമുളക്, പിപ്പർ നിഗ്ര എന്ന് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡ് ഷുഗർ ലെവലിനെ കൃത്യമായിട്ട് ബ്ലഡിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുരുമുളകിന്റെ കണ്ടന്റ് സഹായിക്കുന്നു. തിപ്പല്ലിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഡൈജഷൻ കൂട്ടാം, ദഹനം കൂട്ടുക, ഇംപ്രൂവ്സ് ബയോ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ ഷുഗർ വന്ന ആളുകൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഈ ക്ഷീണത്തെ കുറയ്ക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, തിപ്പല്ലി നമ്മളെ നന്നായിട്ട് സഹായിക്കും. ഇഞ്ചി, ഇറ്റ് ലോവേഴ്സ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബൈ ഇൻക്രീസിങ് ഇൻസുലിൻ ലെവൽ. ഇൻസുലിൻ ലെവല് കൂട്ടിക്കൊണ്ട് എന്താണ് ഈ പറയുന്ന ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി സഹായിക്കുന്നു. ഇനി ഇതൊക്കെയാണ് നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റിനകത്ത് 12ഓളം ഹെർബ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ശരീരത്തിൽ ഉണ്ടാവാനുള്ള അളവിനെയാണ്, അതായത് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ അതായത് പ്രധാനമായിട്ടുള്ള പല ഫ്രൂട്ട്സിനകത്തും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതിൽ പൊട്ടറ്റോസ്, നമ്മളുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മെലോൺ, വാട്ടർ മെലോണും പൈനാപ്പിളും ഒഴികെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫുഡിനകത്ത് അത് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഗ്രെയിനി ബ്രെഡ്, അതായത് ബ്രൗൺ ബ്രെഡ് ഉപയോഗിക്കാം. ബ്രൗൺ റൈസ്,
നമ്മൾ തവിടിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. തവിടുള്ള അരി ഉപയോഗിക്കുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് 55 താഴെ ആവണം. 55 താഴെ കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളാണ് ഇതൊക്കെ. ഇനി ഇവിടെ നോക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 56നും 69നും ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള കുറെ സാധനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്യുക്കർ, ഓട്സ് നിങ്ങളവിടെ കാണാം. പല ആളുകളും ഓട്സ് വാങ്ങിച്ചിട്ട് കഴിക്കുന്നത് കാണാം, ഷുഗർ ഉള്ള ആളുകൾ. അത് ഒരു ലെസ് ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഒരു സാധനം അല്ല ഈ പറയുന്ന ക്യുക്ക് ഓട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു സാധനമുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ടേബിൾ ഷുഗർ, ഹണി ആൻഡ് ടേബിൾ ഷുഗർ. അതായത് പഞ്ചസാരയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, 56നും 69നും ഇടയിലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. വൈറ്റ് റൈസ്, വെളുത്ത അരിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് നിങ്ങളിവിടെ നോക്കിയാൽ 70ൽ കൂടുതലാണ്. അതായത് പഞ്ചസാര കഴിക്കുന്ന ആളുകൾ പലപ്പോഴും, ഷുഗറുള്ള ആളുകൾ പഞ്ചസാര ഒഴിവാക്കും, വെളുത്ത അരി നന്നായിട്ട് കഴിക്കും. ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് കാണിക്കാൻ ചാർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം വെറും മരുന്ന് കൊണ്ട് മാത്രം കാര്യമില്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. നിങ്ങളുടെ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ ഒന്നും ഓരോ ഭക്ഷണത്തിന്റെയും നോക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫുഡ് പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് 50% വെജിറ്റബിൾസ്, 25% പ്രോട്ടീൻ, അതിൽ ബീഫും ചിക്കനും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡ് പറയാം. അതിന്റെ കൂടെ ഈ പറയുന്ന കുറച്ച് ധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ഫ്രൂട്ട്സ് ഒക്കെ, ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുഡ് പ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് RCM ഡയബറ്റിക് ഗാർഡ്സ് ധാരാളം ഉണ്ട്. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, ഹോൾ വീറ്റ് ആട്ട, വെജിറ്റേറിയൻ ബൈറ്റ്സ്, നമ്മുടെ ദാലുകൾ, അറഹർ ദാല്, രാജ്മ, അതുപോലെ ടെർമറിക് പൗഡർ, ഇതൊക്കെ തന്നെ നമ്മളെ ഡയബറ്റിക്സ് ഈ പറയുന്ന നമ്മള് ഗ്ലൈസം പ്രോഡക്റ്റ് കഴിക്കുന്ന കൂടെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഇത്തരം സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ അലോപ്പതി മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിലൊക്കെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഈ രീതിയിലൊരു കൺട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഷുഗറിനെ കൊള്ളയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ടുള്ള പോയിന്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ റൈസ് ബ്രാൻ ഓയിൽ അറിയാം, അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റൈസ് ബ്രാൻ ഓയിലൂടെ കണ്ടില്ല, 470 ഡിഗ്രിയാണ്. അതിന്റെ താഴേക്കാണ് എല്ലാ ഓയിലുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ പോളി സാച്ചുറേറ്റഡ്, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അത് 2 കൊളസ്ട്രോളിനെയും കൂട്ടും. കൊളസ്ട്രോൾ കൂടുന്ന സമയത്തും ഈ പറയുന്ന LDL-ഉം ഈ പറയുന്ന ലിപ്പിഡ് പ്രൊഫൈലും ഒക്കെ തന്നെ ഡയബറ്റിക്സ് പേഷ്യൻസ്, അതുപോലെ തന്നെ PUF, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കും. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഈ പറയുന്ന ബാഡ് കൊളസ്ട്രോളിനെയും കുറയ്ക്കും. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചീത്ത കൊളസ്ട്രോളിനെ മാത്രം കുറയ്ക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, റൈസ് ബ്രാൻ ഓയിൽ, ഇവിടെ നിങ്ങൾ കോക്കനട്ട് ഓയിൽ, നിങ്ങൾ ഈ ചാർട്ടിലാണ് ഈ മൗസിന്റെ കേസർ നോക്കിയാൽ അത് ഇതിന്റെ കോക്കനട്ട് ഓയിലിന്റെ സാച്ചുറേറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് 84ആണ്. നമ്മളൊക്കെ സ്നേഹത്തോടുകൂടി ഉപയോഗിക്കുന്നതാണ് കോക്കനട്ട് ഓയിൽ. പല ആളുകളും ഇപ്പോഴും ഒഴിവാക്കാത്ത ആളുകളുണ്ട്. അവർ ശ്രദ്ധിക്കുക, കോക്കനട്ട് ഓയിലിന്റെ ഈ പറയുന്ന ഇഷ്യൂ വളരെ അധികമാണ്. അതുകൊണ്ട് നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാം. ചക്കീഫർ ഷാർട്ട് ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരു നല്ല ഡയറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടർമറിക് പൗഡർ നമുക്കറിയാം, നമ്മളത് ഗരം മഞ്ഞളാണ്, തരിശ് പ്രദേശം ഉണ്ടാവുന്ന മഞ്ഞളായതുകൊണ്ട് തന്നെ ഇതിന് കുർക്കുമിൻ കണ്ടന്റ് കൂടുതലാണ്. കുർക്കുമിൻ കണ്ടന്റ് കൂടുന്ന കഴിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ പറഞ്ഞ വെജിറ്റേറിയൻ ബൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അതിൽ കലോറി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കുറവാണ്, എന്നാലും പ്രോട്ടീൻ വളരെയധികം കൂടുതലാണ്. പ്രോട്ടീൻ എന്തുകൊണ്ട് അത്യാവശ്യമാണ് ഡയബറ്റിക്സ് പേഷ്യൻസിന് ഞാൻ ഇവിടെ പറഞ്ഞു. ഡയബറ്റിക്സ് പേഷ്യൻസിന് പലപ്പോഴും പല ഭക്ഷണത്തിലും റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അവർക്ക് നമ്മളുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉപയോഗിച്ച് വ്യത്യസ്തമായ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ചാൻസ് ഉണ്ട്. രാജ്മ എത്ര കൊടുത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു, 50 താഴെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണമാണ് ഷുഗർ ഏറ്റവും നല്ലത് പറഞ്ഞു. രാജ്മയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് വെറും 15ആണ്. ഇത്രയും നല്ലൊരു ഫുഡ് നിങ്ങൾക്ക് ഒരു ഡയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡ് രാജ്മയാണ്. അതുപോലെ നമ്മുടെ മൈസൂർ പരിപ്പ്, മസൂർ മാൽക്ക, അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യാം. അതിൽ പ്രോട്ടീൻ്റെ അളവൊക്കെ കൂടുതലാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ അർഹർ ദാല്, മൂങ് ദാല്, ചന കാബൂളി, നമ്മൾ പ്രസന്റ്ലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അങ്ങനെയാണ് അല്ലെ, ഈ രീതിയിലാണ് നമ്മൾ കഴിക്കുന്നത്. അതൊന്നൊരു മാറ്റം നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഷുഗറി സ്നാക്സ് ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഫുഡ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എക്സസൈസ് നിർബന്ധമാണ്. എക്സസൈസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഡയബറ്റിക്സ് മാനേജ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല.
ഡയബറ്റിക്സ് മാനേജ്മെന്റ് ചെയ്യുക. അതുപോലെ തന്നെ റെക്കമെൻഡഡ് ഡയറ്റ് നമ്മൾ ഈ ദാലുകളും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വോൾവിറ്റ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തിയും പൂരിയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഡയബറ്റിക്സ് പേഷ്യൻസിന് ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും പറ്റുന്ന എല്ലാത്തരം സിസ്റ്റങ്ങളും RCMനകത്തുണ്ട്. ഗുഡ് ഡോട്ടിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി ആര് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 140 mgക്കും 200 mgക്കും ഇടയിൽ നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കാണുന്ന ആളുകൾ കഴിച്ചു തുടങ്ങുക. ഹൗ ടു ടേക്ക്, എങ്ങനെ കഴിക്കണം എന്ന് ചോദിച്ചാൽ ച്യൂവബിൾ ടാബ്ലറ്റ് ആണ്. ടാബ്ലറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, വായിലിട്ടിട്ട് അലിയിച്ചിറക്കണം. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി, ശരീരമനങ്ങൾ, നിങ്ങൾ അലക്കുന്ന ജോലിയാവാം, നിലം തുടയ്ക്കുന്ന ജോലിയാവാം, സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ജോലിയാവാം, ബ്രസ്റ്റ് വാക്കിംഗ് നടക്കുന്ന ജോലിയാവാം, ഓടലാവാം, എന്തും ചെയ്യാം. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ പാൻക്രിയാസിനെയൊക്കെ ഇവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ച്യൂവബിൾ ടാബ്ലറ്റ് കഴിക്കുക. അതിനുശേഷം വെറും വയറ്റിലാണ്, എംറ്റി സ്റ്റൊമക്കിലാണ് കഴിക്കേണ്ടത്. ഓൾസോ ടേക്ക് ന്യൂട്രൻ ഗ്ലൈസം പ്രോഡക്റ്റ് മിക്സഡ് വിത്ത് ഗ്ലാസ് ഓഫ് മിൽക്ക്. ഒരു ഗ്ലാസ് പാലിനകത്തോ, ഇനി പാല് കഴിക്കാത്ത ആളുകൾ വെള്ളത്തിനകത്തോ നമ്മളുടെ പ്രോട്ടീൻ പൗഡർ ഒരു സ്കൂപ്പ് എന്ത് ചെയ്യാം, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹൗ ലോങ് ടു ടേക്ക്, എത്ര കാലം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ 140 mgക്ക് താഴെ വരുന്നത് വരെ നിങ്ങളിത് എന്ത് ചെയ്യണം, കഴിക്കണം. അത് കഴിക്കുന്നത് വെറും നിങ്ങൾ അലോപ്പതി മരുന്ന് പോലെ കഴിച്ചിട്ട് 2 ദിവസം കൊണ്ട് ഷുഗർ കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കണം. ഞാൻ ഇത് കൊടുത്ത ഒരാള് എന്നോട് പറഞ്ഞു, ഞാൻ 2 ബോട്ടിൽ കഴിച്ചു സാർ, കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ ന്യൂട്രിചാർജ് PV സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത്, അദ്ദേഹം ന്യൂട്രിചാർജിൽ ഇത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ, നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 6 മാസം കൊണ്ട് അദ്ദേഹം 2 തവണയാണ് ന്യൂട്രിചാർജിന്റെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പം 2 ബോട്ടിൽ അദ്ദേഹം വാങ്ങിച്ചിട്ട് 6 മാസം കൊണ്ടാണ് അദ്ദേഹം കഴിച്ചു തീർത്തത്. അങ്ങനെ കഴിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എന്തൊക്കെയാണ് നമ്മൾ ഈ ച്യൂവബിൾ ടാബ്ലറ്റ് അലിയിച്ചിറക്കുന്നത്, നമ്മൾ വെള്ളത്തിലല്ല കഴിക്കുന്നത്, അലിയിച്ചിറക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? ബെറ്റർ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസിന്റെ ആഗിരണം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതായത് ബെറ്റർ അവൈലബിലിറ്റി കിട്ടും, അബ്സോർപ്ഷൻ കൂടും, ഇൻസ്റ്റന്റ് എഫക്റ്റ്, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ അലിയിച്ചിറക്കുന്നതായതുകൊണ്ട് നമ്മൾ വെള്ളം കൂട്ടി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇറ്റ് ഈസ് ക്ലിനിക്കലി പ്രൂവൺ ദാറ്റ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് എഫക്റ്റീവ് ആണെന്നും നമുക്ക് 90 ദിവസം കൊണ്ട് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ 100% നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 90 ദിവസം കൊണ്ട് 3 ബോട്ടിൽ കഴിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനെ റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. സ്റ്റോപ്പ് ഗിവിംഗ് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്. അതായത് ഇത് കഴിക്കുന്ന ഒരാൾ നിലവിൽ സ്ട്രോബെറി പ്രോഡക്റ്റോ കൊക്കോ പ്രോഡക്റ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി പ്രോട്ടീൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 7.7 കോടി ആളുകൾ ഇന്ന് എന്തുണ്ട്, ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ട് ഇന്ത്യയിലുണ്ട്. ഒരു ഹ്യൂജ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമ്മളെ മുന്നിലുണ്ട്. പലപ്പോഴും 10 രൂപയുടോ 12 രൂപയുടോ ഈ പറയുന്ന മെറ്റ്ഫോമിൻ വാങ്ങി കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യൂല, ഈ പറയുന്ന ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റിന്റെ വില നോക്കിയിട്ട് അത് കഴിക്കാതിരിക്കും. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. അതിനു വേണ്ടിയിട്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടത്. അത്രയും വലിയൊരു റിസ്കിലേക്കാണ് അവർ പോകുന്നത്. ഒരു പക്ഷെ അവർ കേൾക്കുന്നില്ലായിരിക്കും, നമുക്ക് ദേഷ്യം വരാം. പക്ഷെ അവർ അത്രയും വലിയൊരു റിസ്കിലേക്കാണ് അവർ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ഷമ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. കൃത്യമായിട്ടുള്ള അറിവ് ഈ ഏരിയയിൽ നമുക്ക് വേണം. അപ്പൊ കൃത്യമായിട്ട് വലിയൊരു മാർക്കറ്റ് നമ്മുടെ മുന്നിലുണ്ട്. 7.7 കോടി ആളുകളിൽ 20% ആളുകളെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 ലക്ഷത്തോളം കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും എന്നുള്ള വലിയൊരു സാധ്യത ഇവിടെ ഉണ്ട്. ഇനി ഒന്നും വേണ്ട, ഇതിന്റെ 1% എന്ന് പറഞ്ഞാൽ ഒരു 150 ആളെങ്കിലും നമുക്ക് ഈ 15 ലക്ഷത്തിൽ 150 ആളെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഡിവിജ്വലി കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും ആ ഡയബറ്റിക്സിനെ മാനേജ് ചെയ്യാൻ കഴിയും. അവർ അതിലൂടെ RCMൽ വരാനും RCM ബിസിനസ്സിലേക്ക് സ്ട്രോങ് ആവാനും ഒക്കെ ഉള്ള എന്താ പറയാ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് അതിന്റെ വിലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1600 അതിന്റെ MRP. DP 1281. 1080 പർച്ചേസ് വോളിയമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ ടാബ്ലറ്റിന്റെ MRP 779. 623 രൂപയ്ക്ക് RCMന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിക്ക് അത് കിട്ടുന്നുണ്ടാവും. 525 PV ഉണ്ട്. മൊത്തം കമ്പൈൻഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2379 രൂപയാണ് ടോട്ടൽ ആയിട്ടുള്ള MRP. 1904 രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ ഒരു RCMന്റെ മെമ്പർക്ക് കിട്ടുന്നുണ്ടാവും. 1605 പർച്ചേസ് വോളിയം അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യും, അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഇതിന് വില കൂടുതലാണ് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക മാർക്കറ്റിൽ സമാനം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതിന്റെ കമ്പാരിസൺ 15 ബൊട്ടാണിക്കൽസ് നമ്മളെ പ്രൊഡക്റ്റിലുള്ള സമയത്ത് മാർക്കറ്റിൽ 3 ബൊട്ടാണിക്കലുള്ള പ്രൊഡക്റ്റിന് 750 രൂപ കൊടുക്കണം. അതിൽ പ്രോട്ടീൻ ഇല്ല, എൻസൈമുകളില്ല,
ഒരു കോസ്റ്റ് ഉണ്ട്. അതിൽ ടാബ്ലറ്റിന്റെ എണ്ണം വളരെ കുറവാണ്. ഒരു ടാബ്ലറ്റിന് 25 രൂപ വില വരുന്നുണ്ട്. നമുക്ക് 27 രൂപയ്ക്ക് ഇത്രത്തോളം കണ്ടന്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് വെറും 2 ബൊട്ടാണിക്കൽസ് ആണ്. അതിനകത്ത് ഗ്ലൈസം പ്രോഡക്റ്റിലുള്ള പോലെ പ്രോട്ടീനോ ഫൈബറോ ബൊട്ടാണിക്കൽസോ എൻസൈമുകളോ ഒന്നും തന്നെ ഇല്ല. അവിടെ നമുക്ക് ഒരു ടാബ്ലറ്റിന് 52 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. ഇതിന്റെ 10-1 ഗുണമില്ലാത്ത പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ വരുന്ന വില നമ്മള് ന്യായവില അതിന്റെ ക്വാളിറ്റി വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ വില കുറവിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് കിട്ടുന്നു എന്നുള്ള കാര്യമുണ്ട്. ജോയിന്റ് ഹാൻഡ്സ് വിത്ത് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് ആൻഡ് ടാബ്ലറ്റ് ആൻഡ് സേ യെസ് ടു എ ഹെൽത്തി ലൈഫ്. അതായത് ഒരു ഹെൽത്തി ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളാവട്ടെ, ഇപ്പം പ്രായമൊന്നും ഇതിനൊരു മാനദണ്ഡമല്ല. നിങ്ങളുടെ വയസ്സ് 25, 30, 35 ഒക്കെ ആവട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗ്ലൈക്കോമീറ്റർ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന, ഷുഗർ പേഷ്യൻസിന്റെ വീട്ടിൽ എന്തായാലും അത് വാങ്ങിച്ചു വെക്കുന്ന വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ എന്താണ് ശരീരത്തിൽ വന്ന മാറ്റം എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഷുഗർ കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മരുന്നിന്റെ ഡോസും മരുന്നിന്റെ അളവും ഒക്കെ കുറയ്ക്കാൻ പറ്റും. അത് ഒരു ബുക്കിനകത്ത് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന ആളുകൾ, സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ടാബ്ലറ്റിന്റെ അളവ് കുറയ്ക്കാൻ ഡോക്ടർ നിങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പം ആ രീതിയിൽ ചെയ്യാം. അല്ലാതെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരാളെ സംബന്ധിച്ച് 100% എനിക്ക് ഉറപ്പുണ്ട് ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ ആർസിന്റെ ലീഡേഴ്സും ആർസിന്റെ പ്രവർത്തകരും. അപ്പൊ തീർച്ചയായിട്ടും ഈ കാണുന്ന ഒരു ഇഷ്യൂ ഉള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുള്ള കാലത്തോളം നമുക്ക് ഈ പറയുന്ന ഡയബറ്റിക്സ് എന്ന് പറയുന്ന അസുഖത്തെ ഒരു ശക്തമായ തീരുമാനം കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ 100% നമുക്ക് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. തിങ്ക് ഹാപ്പി, ലിവ് ഹെൽത്തി. താങ്ക് യു, JRC.